Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Hindu Editorial analysis of 26th May 2023. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വൊക്കാബുലറി നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ നമുക്ക് നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാം. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, ഫോർമൽ റൈറ്റിംഗ് സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, അതുപോലെ റീഡിംഗ് സ്കിൽസ് ആൻഡ് കോംപ്രിഹെൻഷൻ എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മളെപ്പോഴും ഗ്രാമറിനെ റീബിൽഡ് ചെയ്തെടുക്കുന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ വേർഡ് പവറും അതാണ് ഇവിടുത്തെ മെയിൻ ഫോക്കസ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ എല്ലാ സമയവും പറയുന്നുണ്ട്, നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ അവയർനെസ് എപ്പോഴും കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. നമ്മുടെ റെഗുലർ സെഷനാണ്, രാവിലെ എല്ലാ ദിവസവും 8 മുതൽ 9:30 വരെ ഉള്ള സെഷൻ. ഇടയ്ക്ക് ഡിസ്കഷൻ ഒന്ന് നീണ്ടുപോയാൽ നമ്മൾ 9:45 വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേസ് ഉള്ള സെഷനാണ്. എല്ലാവരും മുടങ്ങാതെ കാണുക, റെഗുലറായിട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും സെൽഫായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടേയിരിക്കുക. ഇന്നത്തെ ഞാൻ നാളെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച്, ഓവറോൾ ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. താമസിപ്പിക്കുന്നില്ല, നമ്മുടെ കോട്ട് ഇതാണ്: നോ റിസൾട്ട്സ്. റിസൾട്ട് ഒന്നും കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് വർക്കിംഗ്, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ബാഡ് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. രണ്ടാമത് തവണ കിട്ടിയപ്പോൾ മോശമായ റിസൾട്ടാണ് കിട്ടിയത്, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത റിസൾട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കീപ് വർക്കിംഗ്, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഗ്രേറ്റ് റിസൾട്ട്സ്, അടിപൊളി റിസൾട്ട് ആട്ടോ ഇത്തവണ കിട്ടിയത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കീപ് വർക്കിംഗ്, കാരണം അടുത്ത ലെവലോട്ട് നമുക്ക് പോകണ്ടേ. കൺസിസ്റ്റൻസി ഈസ് എ കീ. അതൊന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് പോകണം. ചില ആൾക്കാരുണ്ടേ, ആ ഒരു ആരംഭ ശൂരത്വം ഉണ്ട് നമുക്ക്, ഭയങ്കരമായിട്ട് അങ്ങ് തുടക്കത്തിലങ്ങ് ഭയങ്കര ഉഷാറാണ്. പിന്നെ അവരൊന്നും കാണാനേ കിട്ടില്ല, പൊടിയിട്ട് കാണാൻ കിട്ടില്ല. പൊടി എന്താ പറയുക, നമ്മളിട്ട് നോക്കിയാലും കാണില്ലെന്ന് പറയില്ല, എന്താ പറയുക, അങ്ങനെ ഒരു പറയില്ലേ, മഷിയിട്ട് നോക്കുക, അങ്ങനെ പറയുന്നത് അല്ലേ. മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, ആ വഴിക്കേ പിന്നെ പറ്റില്ല. പിന്നെ എക്സാം ആകുമ്പോഴേക്കും അയ്യോ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് പറ്റി, അങ്ങനെ ന്യായങ്ങൾ ഒരുപാട് പറയും. അപ്പോൾ ഒരു കാര്യം ഓർത്തോളാം, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, റെഗുലറായിട്ട്, വളരെ റിഗറസ് ആയിട്ട്, വളരെ റെഗുലറായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ കീപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നല്ലൊരു റിസൾട്ട് എത്തിച്ചേരാൻ പറ്റില്ല. പിന്നെ നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളോർത്ത് റിഗ്രറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം? വർക്കിലായിരിക്കണം. കീപ് വർക്കിംഗ്, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ എപ്പോൾ വർക്ക് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് നിങ്ങൾ എത്തിയിരിക്കും. അത് വളരെ എന്താ പറയുക, കട്ട് ത്രോട്ട് റൂളാണത്. വളരെ കറക്റ്റായൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. ആ വർക്ക് വിട്ടുപോയത് എല്ലാ ദിവസവും അത് ചെയ്താലേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു ദിവസം ബ്രേക്ക് എടുത്തേക്കാം, ഇന്നങ്ങ് ബ്രേക്ക് എടുക്കാം, ഒരു ദിവസം ബ്രേക്ക് എടുത്ത് പോട്ടെ, ജസ്റ്റ് ഒരു റിലാക്സേഷൻ അല്ല, പോസ് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ പിന്നെയും ബ്രേക്ക് എടുത്താലോ? നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അലസത. അലസി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആ ഒരു അലസതയുടെ പൂരപ്പാട്ടാണ്. നമുക്കങ്ങ് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിലോട്ട് അങ്ങ് അലസതയിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ ഭയങ്കരമായിട്ട് തോന്നും. അപ്പം അങ്ങനെ വലിയ ഗ്യാപ്പൊന്നും ഒരിക്കലും നമ്മൾ വരുത്തത്തില്ല. കരിയറിലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ പഠനത്തിലായിക്കോട്ടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മുടെ ചിന്ത. ഓക്കെ, കീപ് വർക്കിംഗ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ മെയിൻലി നമ്മുടെ പാർലമെന്റ് ബിൽഡിങ്ങിന് ഇനോഗ്രേഷനെ പറ്റിയാണ്. പാർലമെന്റ് ബിൽഡിംഗ് ഒക്കെ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി പറ്റിയൊരു സമയമായിരുന്നു. എല്ലാവരും കൂടെ നമ്മുടെ ഡെമോക്രസിനൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുത്ത് ഉഷാറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? പാർലമെന്റ് ഇനാഗ്രേഷൻ അത്ര സെറ്റപ്പ് ആക്കി വരാൻ പറ്റിയില്ല. അവിടെയും കൊണ്ടേ കലോടച്ച് കുളമാക്കി. അതിനെപ്പറ്റി നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം ഡെമോക്രസിയുടെ വളരെ എന്താ പറയുക, സ്ഥായിയായിട്ട് നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ഇന്ന് ഓതർ മുന്നോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ആർട്ടിക്കിളിനൊക്കെ കുറച്ച് പൊളിറ്റിക്കൽ ചായവൊക്കെ ഉണ്ടാവും ഓഫ് കോഴ്സ്. പക്ഷേ നമുക്ക് അതിനെ ഒന്ന് വായിച്ചു വിടണം. ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വിടാം. അതാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ കേട്ടോ. രണ്ടാമത്തെ ആർട്ടിക്കിൾ വായിക്കാമായിരുന്നു, പക്ഷേ ഞാൻ എന്തുകൊണ്ട് വായിക്കുന്നില്ല വിചാരിച്ചാൽ, നമ്മൾ ഒരുപാട് കേട്ട് തഴമ്പിച്ചാന്ന് ഞാൻ പറയില്ല, കേട്ട് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ മറ്റൊരു ആർട്ടിക്കിൾ. റഷ്യ ഉക്രൈൻ വോറിൻ്റെ അടുത്ത ലെവലിലോട്ട്. കാരണം ബാക്ക്മൂത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റി ഉണ്ട്. ആ സിറ്റി കഴിഞ്ഞ ദിവസം റഷ്യ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. നമ്മളിപ്പോഴും കുറേ നാളായിട്ട് റഷ്യ ഉക്രൈൻ വോർ എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കാരണം നമ്മുടെ സെൻസേഷണൽ ആയിട്ടൊരു ന്യൂസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വോർ. അതുകൊണ്ട് തന്നെ ആർക്കും അത് വലിയൊരു കാര്യമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ആ ന്യൂസൊക്കെ എടുത്തൊന്ന് ചുമ്മാ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിൽ, ഇപ്പോഴത്തെ റീസെൻറ്റ് ന്യൂസ് ചാനലിൽ റിലീസ് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു നഗരത്തിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്
എന്തിനോ വേണ്ടിയിട്ട് വോർ നടത്തുന്ന പോലെ നമുക്ക് തോന്നും ഈ ഒരു കാര്യം. കാരണം വോർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒട്ടും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല, അതിനൊരിക്കലും ശരി വെക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയിട്ട് ഒരുപാട് രണ്ട് സൈഡിനും നഷ്ടങ്ങൾ മാത്രം വരുന്നൊരു സാധനമാണ് ഈ വോർ. അപ്പം വോർ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ ഒരിക്കലും എന്താ പറയുക നിൽക്കുന്നില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റഷ്യ ബാക്ക്മൂത്ത്, നമ്മുടെ ഉക്രൈൻ്റെ ബാക്ക്മൂത്ത് എന്നൊരു സിറ്റി പിടിച്ചെടുത്തു. അതിനെപ്പറ്റിയൊക്കെയാണ് ഇനി അടുത്ത ലെവൽ എന്താണ് എന്നൊക്കെയാണ് ആർട്ടിക്കിൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചുകൂടെ, കാര്യങ്ങളൊന്നും മതി, ആ ഒരു ആർട്ടിക്കിൾ മതി. അല്ല, നമ്മൾ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഉക്രൈനും കുറേ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം ഉക്രൈൻ ഒരുപാട് നല്ല വെപ്പൺറി കിട്ടിയിട്ടുണ്ട് വെസ്റ്റിൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ അടുത്ത് അത് ഒരുപാടായിട്ട് ഉപയോഗിച്ചിട്ട് റഷ്യ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് വേറെ കാര്യം, വോറിൻ്റെ കാര്യത്തിൽ. അതൊക്കെ നമ്മുടെ എന്താ പറയുക ഒരു ആർട്ടിക്കിൾ, നമ്മുടെ വെസ്റ്റേൺ ആർട്ടിക്കിൾസിൻ്റെ ഭാഗത്തു നിന്ന് അവർ കുറേ റിസർച്ചേഴ്സൊക്കെ അതിനെപ്പറ്റിയുള്ള റിസർച്ചൊക്കെ നടത്തിയിരുന്നു. കാരണം ഇത് ഏത് ലെവലിലാണ് പോകുന്നതെന്നൊക്കെ ഒരു അനലിറ്റിക്സ് വേണമല്ലോ, അപ്പോൾ അതിനെപ്പറ്റി. പക്ഷേ ഈ റഷ്യ ഉക്രൈൻ വോറും അതുപോലെ കോവിഡും ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ അഫക്റ്റഡ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗ്ലോബൽ റിസഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ബട്ട് ആ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മൾ പാർലമെന്ററി ബിൽഡിങ്ങിൻ്റെ ഇനാഗുറേഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ആർട്ടിക്കിൾ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതുപോലെ നമ്മൾ പറയുന്ന പോലെ എന്നും ക്വസ്റ്റസ് അറ്റൻഡ് ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ക്വസ്റ്റസ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യുക. കിട്ടുന്ന ചാൻസുകളൊക്കെ മിസ് ഔട്ട് ആവാതെ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെ ഉപകാരപ്പെടുത്തുക. അതാണ് ഞാൻ പറയുന്നൊരു കാര്യം. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റസ് ഉണ്ട്, ഡെയിലി എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വസ്റ്റസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ക്വസ്റ്റസ് ഉണ്ട്. അറ്റൻഡ് ചെയ്യാം. ആപ്പിൽ അത് അവൈലബിൾ ആട്ടോ. ആപ്പിലേക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നമ്മുടെ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനും കേരള എക്സാംസ് കൊടുക്കണം, അല്ല സോറി സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കണം. സ്റ്റേറ്റ് എക്സാംസ് കേരള PSC കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി യൂട്ടിലൈസ് ചെയ്യുക ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ. അതുപോലെ നമ്മുടെ ചാനലും അങ്ങനെ തന്നെയാണ്. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ നമ്മൾ PYQ 3-4 ദിവസമായിട്ട് CHSL വേണ്ടിയിട്ട് PYQ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്. PYQ നിങ്ങളൊരു 10-20 PYQ ഒരു ദിവസം ഡിസ്കസ് ചെയ്തു. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ 3-4 ദിവസം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് നമ്മൾ 100-120 PYQകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വരും എന്നറിയോ. സോ അതുകൊണ്ട് PYQ സെഷൻസ് ആയിക്കോട്ടെ, സബ്ജക്ട് വൈസ് സീരീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ PSC ബുള്ളറ്റിൻ സീരീസ്, പിന്നെ ഓരോ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജി വീഡിയോസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സാം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടി, അത് സ്റ്റേറ്റ് എക്സാംസ് ആയിക്കോട്ടെ സെൻട്രൽ എക്സാംസ് ആയിക്കോട്ടെ, കൃത്യമായിട്ട് Adda247 എത്തിക്കാറുണ്ട്. അപ്പോൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം. അതുപോലെ ബെല്ലൈക്കൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പോകാം നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സിലോട്ട്. ആദ്യത്തെ ഇഡിയം ഇതാണ്, ടേക്ക് സെൻറ്റർ സ്റ്റേജ്. നമ്മൾ ഇതിൻ്റെ കാര്യം, വെള്ളിമൂങ്ങൻ്റെ അടുത്ത് മാമച്ചൻ്റെ കാര്യം പറയുന്ന ഓർമ്മയുണ്ടോ? മാമച്ചൻ എവിടെ ചെന്നല്ലേ, മാമച്ചൻ മരിച്ചു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ശവപ്പെട്ടിയിൽ കിടക്കണം, കല്യാണം വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കല്യാണ പയ്യനാണ് എൻ്റെ സ്ഥാനത്ത് നിൽക്കണം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതിനാണ് ടേക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ ചില ആൾക്കാർ അങ്ങനെയാണ്, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മെയിൻ റോൾ കാണും. സോ ദേ ടേക്ക് സെൻറ്റർ സ്റ്റേജ്, അല്ലേ, ദേ ടേക്ക് സെൻറ്റർ സ്റ്റേജ്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ടു ബി ഇൻ എ മെയിൻ ഓർ വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ. അവർക്ക് എന്ത് ചെയ്യണം, ആ മെയിൻ സ്ഥാനം വേണം, ഇമ്പോർട്ടൻറ്റ് സ്ഥാനം വേണം. അതിനാണ് ടേക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ഓർത്തോണേ, ടേക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബി ഇൻ എ മെയിൻ അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ എന്നാണ് ടേക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അത് ഫ്രേസിൽ ഇഡിയം ആണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പം അടുത്തത് പോയിന്റ് ഔട്ട് ചെയ്യുക, ചൂണ്ടിക്കാണിക്കുക, അല്ലേ? ചൂണ്ടിക്കാണിക്കുന്ന എപ്പോഴാണ് നമ്മൾ മിസ്റ്റേക്സ് കാണുമ്പോൾ ആരെങ്കിലും ഐ എം നോട്ട് ഗോയിങ് ടു പോയിന്റ് ഔട്ട് യുവർ മിസ്റ്റേക്സ് എനിമോ. ഞാൻ നിന്റെ മിസ്റ്റേക്സ് ഒന്നും ഇനി പോയിന്റ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ഇതിനെ വെറുതെ, അല്ലേ, എന്തിനാ വെറുതെ എൻ്റെ എനർജി കളയുന്നത് എന്നൊക്കെ പറയില്ല ചിലർ. സോ പോയിന്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക, ഐഡന്റിഫൈ ചെയ്യുക, ഷോ ചെയ്യുക. അതിനാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുക. വിരൽ ചൂണ്ടുക, ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ ഫ്രേസൽ വെർബാണ് പോയിന്റ് ഔട്ട് ചെയ്യുക എന്ന് പറയാൻ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ PSCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഇന്ന ഫ്രേസിൻ്റെ മീനിങ് നോക്കുക, അല്ലെങ്കിൽ SSCയുടെ PYQ ഇപ്പോൾ CHSL ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാണ്, ഇത് നമ്മളോട് ഇന്ന ഇഡിയത്തിൻ്റെ മീനിങ് നോക്കാൻ പറഞ്ഞ് നമ്മൾ കാണുന്നതെല്ലാം ഫ്രേസൽ വെർബ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഫ്രേസൽ വെർബും ഇഡിയംസും ഒക്കെ ഇൻഡയറക്റ്റ് മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, ഇഡിയോമാറ്റിക് ഫ്രേസ് എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഈ ഫ്രേസോ അല്ലെങ്കിൽ ഇഡിയം എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സാധനമാണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ അല്ലെങ്കിൽ ഷോ എന്നുള്ള അർത്ഥമാണ്. അടുത്ത മൈൽ സ്റ്റോൺ, അല്ലേ, ദിസ് ഈസ് എ മൈൽ സ്റ്റോൺ ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആണിത് എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ഇൻ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ലൈഫിലെ ഒരു
വികസനം ഉണ്ടല്ലോ, ഡെവലപ്മെന്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് എന്ന് ഞാൻ പറയില്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ പോയിന്റിന് പറയുന്ന പേരാണ് മൈൽ സ്റ്റോൺ. ചിലപ്പോൾ നമ്മുടെ പ്ലസ് ടു നമ്മൾ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നില്ലേ, അപ്പോൾ പ്ലസ് ടുയുടെ റിസൾട്ട് വരുമ്പോഴേക്കും വീട്ടുകാർ പറയില്ലേ, ഇത് നിൻ്റെ ലൈഫിലൊരു നാഴികക്കല്ലാണ്, അതുകൊണ്ട് നീ നന്നായി ശ്രമിച്ചു എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്ലസ് ടു ആണ്, പ്ലസ് ടുവിലെ റിസൾട്ട്സ് ആണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ നമ്മൾ വിചാരിക്കും. 10th ആകുമ്പോൾ 10th ആയിരുന്നേ, അത് കഴിയുമ്പോൾ പ്ലസ് ടു എത്തുമ്പോൾ പ്ലസ് ടു ആവേ, പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുക, ആ ഒരു കോഴ്സ് നീ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, യുവർ ഡിസിഷൻ ഓർ യുവർ ചോയ്സ് ഇൻ സെലക്ടിങ് ദ കോഴ്സ്, നിന്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നീ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ, അതാണ് മൈൽ സ്റ്റോൺ ഇൻ ലൈഫ് എന്ന് പറയും, ഏറ്റവും ബിഗ്ഗസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതാണ്. പക്ഷെ അത് കഴിയുമ്പോൾ പറയും അതല്ല മോനെ, PG ഒക്കെ പഠിക്കണ്ടേ, നല്ല മാസ്റ്റേഴ്സ് ചെയ്യണ്ടേ, നീ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലരോട് പറയും, ചിലർ മാസ്റ്റേഴ്സ് അല്ല, ചിലരോട് പറയും ജോലി, ഇത് കഴിഞ്ഞിട്ട് നീ എടുക്കുന്ന ജോലി ഉണ്ടല്ലോ, നിനക്ക് കിട്ടുന്ന ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ അല്ലാതെ നീ കിട്ടുന്ന ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി എടുക്കുന്നുണ്ടല്ലോ, അതാണ് നിന്റെ ലൈഫിലെ മൈൽ സ്റ്റോൺ. പിന്നെ കല്യാണമാണ് മൈൽ സ്റ്റോൺ, പിന്നെ കുട്ടികളുണ്ടാകുന്നതാണ് മൈൽ സ്റ്റോൺ, പിന്നെ സീസൺ 2. അപ്പം മൈൽ സ്റ്റോൺസിൻ്റെ ഒരു മേളമാണ് നമ്മുടെ ലൈഫ് അല്ലേ, മൈൽ സ്റ്റോൺസോട് മൈൽ സ്റ്റോൺസ്. സോ മൈൽ സ്റ്റോൺ മീൻസ് എ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ഇൻ ഡെവലപ്മെൻറ്റ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് ഇവർ ഈ പറയുന്ന പലരും സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്ന അല്ലാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അവനവൻ്റെ ലൈഫിൽ അവനവൻ ജീവിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ, ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നത്, ചില ഇൻസിഡൻസ്, ചില എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. മൈൽ സ്റ്റോൺസ് ആണ് നമ്മുടെ ലൈഫിൽ ഡെവലപ്മെൻറ്റിൽ ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. ചില ആൾക്കാരാകാം, വ്യക്തികളാകാം, ചില എക്സ്പീരിയൻസ് ആകാം, നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ചിലപ്പോൾ യാത്രയാകാം, ചില കാര്യങ്ങളല്ലേ, അതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ മൈൽ സ്റ്റോൺ. നമ്മൾ തന്നെ തിരിച്ചറിയണം അല്ലേ, അല്ലാതെ മറ്റുള്ളവർ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളല്ല നമ്മുടെ മൈൽ സ്റ്റോൺസ്. അതൊന്ന് ഓർക്കാം. ജസ്റ്റ് ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞാട്ടോ. റിന്റു തിരിച്ചു വന്നേ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. അറ്റ് ദ കോസ്റ്റ് ഓഫ്. അടുത്ത ഇഡിയമാണ് അറ്റ് ദ കോസ്റ്റ് ഓഫ് അല്ലേ. യു ഗെറ്റ് ദിസ് ജോബ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇന്നത്. എന്തെങ്കിലും ഒരെണ്ണം കളഞ്ഞിട്ട്, ഇപ്പം നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, തട ചീഞ്ഞിട്ടേ മുളയ്ക്ക് കരുത്തുണ്ടാവുള്ളൂ പറയും. അതായത് എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ടായാലേ മറ്റൊന്നും നടക്കുള്ളൂ. അതാണ് പ്രകൃതിയുടെ നിയമം അല്ലേ. അപ്പം നമുക്കറിയാം, നമ്മൾ ഫുഡ് ചെയിനൊക്കെ പറയുമ്പോൾ, ഫുഡ് ചെയിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഒന്ന് മരിച്ച് ഇല്ലാണ്ടായി കഴിയുമ്പോൾ അത് മറ്റൊരു വളമായി മറ്റത് വികസിച്ച് വരുന്ന കാര്യത്തെപ്പറ്റി നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുപോലെയാണ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എന്ന ഇഡിയം. സെയിം മീനിങ് ആണ്. അതായത് ബൈ ഗിവിങ് അപ്പ് സംതിങ് എൽസ്, വേറെ എന്തെങ്കിലും നഷ്ടമാക്കിക്കൊണ്ട് വേറൊരു നേട്ടം നമുക്ക് ലൈഫിലുണ്ട്. നമുക്കൊരു ലൈഫിലൊരു നേട്ടം വരികയാണ് അറ്റ് ദ കോസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ബൈ ഗിവിങ് അപ്പ് വേറെ എന്തെങ്കിലും. അപ്പം വേറെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അത് നമുക്ക് നഷ്ടമാവും. അതൊരു നഷ്ടമാണ്. എന്തെങ്കിലും ഒരു നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതാണ് അടുത്തത്. അതിനാണ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ഒന്നുമല്ല. അപ്പം അതാണ് എന്താ പറയുക, അറ്റ് ദ കോസ്റ്റ് ഓഫ്. ഓക്കെ അല്ലേ, ക്ലിയർ. ടീച്ചർ pointed out the mistakes of project. Okay, that's great. Plus 2 result will be a milestone in our life. ആണല്ലേ അനീഷ, അത് ഞാൻ പഴയ കേട്ടിട്ടുണ്ട്. April 2 was a milestone in my life. April 2 എന്താണ് നടന്നത്? Good morning, Anaga. Enactments with respect to prevention of corruption must take center stage in order to culminate the acceptance of bribery. All right. He told her on their first date that meeting her was a milestone in his life. ഷഹാന, നിന്നോട് ആരാത് പറഞ്ഞേ? ഷഹാനയുടെ എന്താ പറയുക, ഷഹാനയുടെ ഓരോ സെൻറ്റൻസസിലും ഷഹാനയുടെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവും. കൊച്ചു ഗള്ളി. ഷൈനി, ഗുഡ് മോർണിംഗ്. It is explicitly evident that Rintu ma'am points out a mistake. ശരിയാ, ഞാൻ അതിനാണ് ഇവിടെ ഇരിക്കണേന്ന്. യെസ്, ഐ ആം അല്ലേ. അടുത്ത് നോക്കിയേ, ക്യാരി ഔട്ട് ചെയ്യുക, ക്യാരി ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാരി ഔട്ട് ചെയ്യുക പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക, നടത്തുക. ക്യാരി ഔട്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയും. ക്യാരി ഓൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഗോ ഓൺ, കണ്ടിന്യൂ, കീപ്പ് അല്ലേ. അതിനാണ് നമ്മൾ എന്താ പറയുക, ക്യാരി ഔട്ട് എന്ന് പറയാം. യെസ്. അടുത്തത് എൻഡ് ഓഫ് ദ റോഡ്. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. ഇതൊന്നും ഭൂമിയുടെ അവസാനമൊന്നുമല്ലടാ അല്ലേ, ഭൂമിയുടെ അവസാനമൊന്നുമല്ല ഇതെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടില്ലേ. അതിനാണ് ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡെസ്പാവുമ്പോൾ ചില ആൾക്കാർ നമ്മൾ പറയും, ഞാനിപ്പോൾ തോറ്റു കാണും അല്ലേ, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയില്ല, ആ സാധനം അല്ലേ. വേണം നീ എന്നെ കൊന്നു, പക്ഷേ യു കെ നോട്ട് തോപ്പിക്കൽ മീ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അപ്പം ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ, ഭൂമിയുടെ അവസാനമൊന്നും അല്ല ഇത് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ലൈഫിൻ്റെ അവസാനമൊന്നും അല്ല ഇത് എന്നാണ് അർത്ഥം. സെയിം സാധനം മലയാളത്തിൽ പറയുന്ന അതേ ഇഡിയമാണ് എൻഡ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ബിയോണ്ട് വിച്ച് പ്രോഗ്രസ് ഓർ സർവൈവൽ കൻ നോട്ട് കണ്ടിന്യൂ. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രസ് പറ്റില്ല, നമ്മളവിടെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പറ്റില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എൻഡ് ഓഫ് ദ റോഡ്. നമ്മളിവിടെ നിൽക്കുകയാണ്, അവിടെ സ്റ്റക്കായി നിൽക്കുക, പിന്നെ അങ്ങോട്ട് പോയാൽ കൊക്കയാണ്, അല്ലെങ്കിൽ ഗർത്തമാണ്, താഴോട്ടൊരു വലിയൊരു ഗർത്തമാണ്, എന്ത് ചെയ്യും? ദാറ്റ്സ് എൻഡ് ഓഫ് ദ റോഡ് എന്നൊക്കെ പറയില്ലേ. ക്ലിഫിനൊക്കെ മുകളിൽ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, ദാറ്റ് ഇസ് എ പോയിന്റ് ബിയോണ്ട് വിച്ച്
സർവൈവൽ കെ നോട്ട് കണ്ടിന്യൂ. സർവൈവലോ അല്ലെങ്കിൽ പ്രോഗ്രസ് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയ്ക്കാണ് എൻഡ് ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളോട് പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ് അല്ലേ, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, അത് മനസ്സിൽ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കണം. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. മരിച്ചൊന്നും പോയില്ലല്ലോ, ട്രൈ നോക്ക്, ചത്തൊന്നും പോയില്ലല്ലോ, ആരും കൊന്നൊന്നും കളയില്ലല്ലോ നിന്നെ എന്നില്ലേ, ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് ദ റോഡ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. യെസ്, അഖിലേ ഗുഡ് മോർണിംഗ്. എന്നോടൊക്കെ ആര് പറയുന്നു അല്ലേ, പിന്നെ എന്തിനാ മുത്തേ, എനിക്ക് ആ ഡയലോഗ് ഓർമ്മ ഷഹാന എന്നോട് അല്ലെ, എന്നെയൊക്കെ ആര് നോക്കാനാ എന്നൊരു ഡയലോഗ് ആ പെങ്കൊച്ച് പറയുമ്പോൾ മറ്റവൻ്റെ എന്ന് പറയില്ലേ, പിന്നെ എന്തിനാ മുത്തേ എന്നോട് നിൽക്കണേ എന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ പൊന്ന് ഷഹാന നീ കൊള്ളാട്ടോ, സൈക്കോളജിക്കൽ മൂവ് അല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആതിര ഗുഡ് മോർണിംഗ്. അതെ, നന്ദിഷ കേട്ടോ അവളുടെ അല്ലേ, നൊക്ലാൻജി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ദ മീറ്റിംഗ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ ഹർ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹി ക്യാരിഡ് ഔട്ട് ഇൻ എൻ അമേസിംഗ് വേ. ഹി ക്യാരിഡ് ഔട്ട് എന്ത്, അവിടെ എന്ത് ക്യാരി ഔട്ട് ചെയ്തു എന്ന് കൊടുക്കണം കേട്ടോ അനക. ഹി ക്യാരിഡ് ഔട്ട് ദ പെർഫോമൻസ്, ഹി ക്യാരിഡ് ഔട്ട് ദ ഫംഗ്ഷൻ, ഹി ക്യാരിഡ് ഔട്ട് ദ പാർട്ടി, എന്തെങ്കിലും അങ്ങനെ സാധനം കൊടുക്കണം, സംഭവം വേണം, സാധനം കയ്യിൽ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് വേണം, ട്രാൻസിറ്റീവ് ആ ക്യാരിഡ് ഔട്ട് കേട്ടോ, ക്യാരി ഔട്ട്. മൈ ബോസ് ക്യാരിഡ് ഔട്ട് ദ ആനുവൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഓൾ ദ ടൈം, ദാറ്റ്സ് ഗ്രേറ്റ്. ക്യാരിഡ് ഔട്ട് കൊടുക്കരുത്, എല്ലാ തവണയും എല്ലാ സമയവും എൻ്റെ ബോസാണ് ആനുവൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെന്നല്ലേ. അപ്പം എന്നെ കൊടുക്കണം അറിയോ, മൈ ബോസ് ക്യാരീസ് ഔട്ട് ദ ആനുവൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഓൾ ദ ടൈം എന്ന് കൊടുക്കണം കേട്ടോ ആതിര. കാര്യം എല്ലാ സമയവും എന്ന് പറയുമ്പോൾ അത് ഹാബിച്വൽ ആക്ഷൻ ആണ്, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിലേക്ക് കൊടുക്കാവുള്ളൂ, അത് നിർബന്ധം കേട്ടോ. സോ ക്യാരിഡ് ഔട്ട് കൊടുക്കരുത്, മൈ ബോസ് ക്യാരീസ് ഔട്ട് എന്ന സിമ്പിൾ പ്രസന്റ് കൊടുക്കും കേട്ടോ. ഓക്കെ, ഫെയിലിയർ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. സത്യം, ഫെയിലിയർ കഴിഞ്ഞാൽ അല്ലേ, പ്ലാൻ എ പോയാൽ പ്ലാൻ ബി വരും അല്ലേ, അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട, എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ് പീപ്പിൾ, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. അപ്പോൾ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് ആൻഡ് ഇന്ന് വൺ വേർഡ് ഇല്ല, വൺ വേർഡ് ഉണ്ട്, മൈൽ സ്റ്റോൺ ഉണ്ട്, വൺ വേർഡ്സ്. ഓക്കെ അല്ലേ. അപ്പം മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട്, അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകട്ടെ, നമുക്കൊരു ലൈക്കൊക്കെ ഇട്ടങ്ങ് പോവാം. ജാടയൊന്നും കാണിക്കണ്ട, ജാട പിള്ളേരെ ആണോ, ജാടയാണോ ലൈക്ക് ഇടാനൊരു മടി, എന്താണൊരു മടി. അപ്പോൾ ടേക്ക് സെൻറ്റർ സ്റ്റേജ്, point out, milestone, at the cost of, carry out, end of the road. ഇതാണ് നമ്മുടെ സംഭവം, ഫസ്റ്റ് സംഭവം കേട്ടോ. എവലെ ഗുഡ് മോർണിംഗ്. ഗെറ്റിംഗ് ഗവൺമെന്റ് ജോബ് ഇസ് കൺസിഡർഡ് ടു ബി എ മൈൽസ്റ്റോൺ ഈവന്റ് ഇൻ ദ ലൈഫ്. ആണേ, സത്യം. DK Shivkumar carries out the role of troubleshooter in Karnataka well. That's great. Government India അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓഫ് വിട്ടു പോലും അല്ലേ, ക്യാരി ഔട്ട് അല്ലടാ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒറ്റ ഇതല്ലേ, അപ്പൊ സിംഗുലർ ആണ്, വേർബ് സിംഗുലർ കൊടുത്തേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്യാരീസ് ഔട്ട് സിംഗുലർ കൊടുക്കണേ, സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കണേ. ക്യാരീസ് ഔട്ട് ന്യൂ സ്ട്രാറ്റജി ടു അവോയ്ഡ് ക്ലൈമറ്റ് ക്രൈസിസ് കേട്ടോ അഖിലേ, ശ്രദ്ധിക്കാം. സോ മൂവിങ് ഓൺ, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ബാച്ച് വന്നിട്ടുണ്ട്, സെലക്ഷൻ ബാച്ച് ആണ്, 10-ാം തീയതി വന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 2400 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക ആൻഡ് പഠിക്കുക കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ ബാച്ച്, നെക്സ്റ്റ് ബാച്ച്, തേർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മെയ് 31-ാം തീയതി. ഇന്നിപ്പോൾ 26, യെസ് 26th ആണ്. അപ്പം 31-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്യണേ, എന്നാലേ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. എൻ്റെ കൂപ്പൺ കോഡ് Y314 Y314 കേട്ടോ. അതുപോലെ തന്നെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിൻ്റെ 4ാമത്തെ ബാച്ച് 29-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പം 4ാമത്തെ ബാച്ചാണ്. നമ്മൾ നല്ല എന്താ പറയുക, നല്ലപോലെ പഠിക്കാനുണ്ട്, വാസ്റ്റ് സിലബസ് ആണ്. താമസിച്ച് അവസാനം വെച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ ഒരുപാട് സമയമുണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന അവസാനം ആൾക്കാർ പറഞ്ഞു, അയ്യോ സമയം പോയല്ലോ, പെട്ടെന്ന് എക്സാം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നൊന്നും വന്നില്ല, PSC നമുക്ക് ഒരുപാട് സമയം തരാറുണ്ട്. സെപ്റ്റംബർ മാസത്തേക്ക് അല്ലെങ്കിൽ നവംബർ മാസത്തിൽ എക്സാം വരുമെന്നാണ് പറയണേക്കണേ. അപ്പോൾ നമുക്ക് ഇപ്പോഴും സമയമുണ്ട്, ഇനിയും പഠിച്ചാൽ പഠിക്കാം, പക്ഷേ ഉഴപ്പാതെ പഠിക്കണം. കൺസിസ്റ്റൻസി ഇസ് കീ പറഞ്ഞല്ലോ എന്ന്, അതൊന്ന് ഓർക്കുക. അപ്പം 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. പഠിക്കുക, കൃത്യമായിട്ട് കോഴ്സിൽ ചേർന്ന് ആ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് ഡൗട്ട്സ് ചോദിച്ച് ക്ലാസ്സുകളിലോട്ട് മുന്നോട്ട് പോവുക, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തേലുമൊക്കെ പഠിക്കാം, ഞാൻ എന്തേലുമൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം, അങ്ങനെ നോക്കാം എന്ന് വിചാരിച്ചു എന്തോ ആർക്കോ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ടി, എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് യു ഹാവ് ടു ഏൺ ഇറ്റ് അല്ലേ. ജോലി ഏൺ ചെയ്യുക, പൈസ ഏൺ ചെയ്യുക, റെസ്പെക്ട് ഏൺ ചെയ്യുക. ആരും കൊണ്ട് വായിക്കൊണ്ട് വിളമ്പി തരത്തില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. യു ഓൾ എ ഗ്രോൺ അപ്സ്, എല്ലാവരും ഗ്രോൺ അപ്സ് ആണ് ഇവിടെ. കുഞ്ഞി പിള്ളേരൊന്നും ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് കുഞ്ഞി കൊച്ചാണ് ഞാൻ, എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ മോനാണ് ഞാൻ, ഏറ്റവും ഇളയ മോളാണ് ഞാൻ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ജോലി ഇളയ മോനും ഇളയ മോൾക്ക് വേണ്ടി റിസർവേഷനൊന്നും ഇല്ല ഇവിടെ കേട്ടോ. അത് ഇളയ മോനും മാത്രമല്ല, കൊഞ്ചിച്ച് വഷളാക്കി ആരും കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് വിചാരിക്കേണ്ട. ചിലപ്പോൾ മൂത്ത മോനും മൂത്ത മോളും ആകാം അല്ലേ. കൊഞ്ചിക്കാൻ പല ടൈറ്റിൽസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയല്ല ഞാൻ പറയണേ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. കാര്യം നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആരും നമ്മൾ
ഇന്ന വീട്ടിലാണോ എന്നൊന്നും നമ്മൾ നോക്കില്ല. നമ്മുടെ ഓൺ എഫേർട്ട് വെച്ചിട്ടാണ് നമുക്ക് വർക്ക് ജോലി കിട്ടുന്നതും നമ്മളെ ഒരു സൊസൈറ്റി റെസ്പെക്ട് ചെയ്യുന്നതൊക്കെ. ഒരിക്കലും നമ്മൾ പറയില്ലേ, അച്ഛൻ ആനപ്പുറത്തിരുന്ന മകൻ്റെ ചന്തി തഴമുണ്ടാവില്ലേ പറയില്ലേ, ആ സാധനം അത് എപ്പോഴും ഓർത്തോണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്ക് ഒരിക്കലും നമ്മുടെ ഫാമിലി കൊണ്ട് നമുക്ക് നമ്മുടെ ഈ വീട്ടിൽ ജനിച്ചു എന്ന് പറഞ്ഞു ഉണ്ടാവും ചില പ്രിഫറൻസ് ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ജോലിയുടെ ഒന്നും കാര്യത്തിൽ അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏൺ ചെയ്തെടുക്കാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് പഠിക്കുക, നിങ്ങൾ പഠിക്കുക, പഠിച്ച് ജോലി മേടിക്കുക. അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ പരിപാടി ഒന്നും ലൈഫിൽ കിട്ടത്തില്ല. അത് ഈസി അല്ല അത്രയും, പക്ഷേ ട്രൈ ചെയ്ത കുറേ ഈസി മെത്തേഡ്സ് ഉണ്ട് എന്ന് മാത്രം. ഓക്കെ അല്ലേ? മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിനോണിം നോക്കാം, ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് നൗൺ ഉണ്ട്, വേർബ് ഉണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ഫോറിൻ വസ്ത്രങ്ങൾ, ഫോറിൻ ഡ്രസ്സുകൾ, നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്ത് ഒരു ഓർമ്മയുണ്ടോ? എന്താ നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഗാന്ധിജിയൊക്കെ ഫോറിൻ ഡ്രസ്സുകളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ട് എല്ലാം കത്തിച്ചൊരു കേസൊക്കെ ഓർമ്മയില്ലേ? ബോയ്ക്കോട്ട് ചെയ്തേ ഓർമ്മയില്ലേ? ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, ഫോറിൻ എല്ലാ തിങ്സും ബോയ്ക്കോട്ട് ചെയ്തേ. അപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യുക ആൻഡ് ബോയ്ക്കോട്ട് എന്ന നൗണിൻ്റെ അർത്ഥം ബാൻ, എംബാർഗോ, സാങ്ഷൻ എന്നാണ്. അപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന അർത്ഥം തന്നെ ബാൻ ചെയ്യുക, സ്പേൺ ചെയ്യുക, സ്നബ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, പക്ക ഒഴിവാക്കി കളയാണ്, പ്രൊഹിബിറ്റ് ചെയ്യണം അതിനെ. അതിനാണ് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ബോയ്ക്കോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് അർത്ഥം. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ കേരള സ്റ്റോറി അല്ലേ, കേരള സ്റ്റോറി ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബോയ്ക്കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ BBC വരുന്ന ഡോക്യുമെൻ്ററി ബോയ്ക്കോട്ട് ചെയ്തോളത്, ബാൻ ചെയ്തോളത്. ഇപ്പോൾ ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് ത്വര കൂടും എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പം ലെറ്റ് ദ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് വിവേചന ബുദ്ധിയോട് അറിഞ്ഞ് മനസ്സിലാക്കട്ടെ അല്ലേ ബോയ്ക്കോട്ട് ചെയ്യുന്ന പറയുന്നത്. അതാണ് ബോയ്ക്കോട്ട് എന്ന വാക്ക്, ഓർത്ത് വെച്ചോണം കേട്ടോ. ബോയ്ക്കോട്ട് വളരെ കോമൺ ആയിട്ടുള്ളൊരു യൂസിറ്റാണ്. അടുത്ത ആക്രിമണി. ഈ ആക്രിമണിക്ക് പാട്രിമണിയോ അങ്ങനെ അലിമണിയോ ഒന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ. പാട്രിമണി എന്ന് പറഞ്ഞാൽ പിതൃസ്വത്ത്. അലിമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിന് ശേഷം ഒരു ജീവനാംശം കിട്ടില്ല, അതിനെയാണ് അലിമണി പറയാം. ആക്രിമണി ആ മണി തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ പറഞ്ഞ മണികൾ രണ്ട് തമ്മിൽ ഒരു ബന്ധവുമില്ല. ആക്രിമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം, ബിറ്റർനെസ്, റാങ്കർ, ഇൽ ഫീലിംഗ്, റിസെൻമെന്റ്. നമുക്ക് ഒരാളോട് ഭയങ്കര ഒരു ദേഷ്യം ചോദിച്ചോ, എന്താ പൂർവ്വ വൈരാഗ്യമോ എന്തൊക്കെ പറയില്ല അതിന്, ആ സാധനമാണ് ഈ ആക്രിമണി എന്ന് പറഞ്ഞാൽ. പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആക്രിമണി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിദ്വേഷം ആൻഡ് വൈരാഗ്യം പോലത്തെ സാധനമില്ല, ആ സാധനം. വളരെ ബിറ്റർനെസ് ആണ്, റാങ്ക്, ദേഷ്യത്തിന്റെ അങ്ങേയറ്റം, ഇൽ ഫീലിംഗ്, റിസെൻമെന്റ് ടുവേർഡ്സ് എ പേഴ്സൺ. അതാണ് ആക്രിമണി എന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അലിമണി പാട്രിമണി ഈ സൈഡിലോട്ടേ കൊണ്ടുവരുന്നത് അത് വേറെ സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സെന്റൻസ് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ വായിച്ചു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. Yes. Good morning, Lijil. My mother always points out my mistakes, which helps to carry out to correct it. Okay, that's fine. Helps കഴിഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഹെൽപ്സ് മീ ടു ക്യാരി ഔട്ട് ടു കറക്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഷൈനി ഹെൽപ്സ് മീ, ഹെൽപ്പ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് നിർബന്ധമാണ്, ട്രാൻസിറ്റീവ് വേർബാണ്. മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ്സ് ഇൻ ദ IT field helps to point out cyber crimes. Great. Abhilash Tommy became the first Asian to achieve the milestone for sailing around the sea. That's great. At the cost of which ഒരു സെന്റൻസ് പറയാലോ. I got this job at the cost of my family, or I got this job at the cost of my higher studies. എൻ്റെ പഠനം അവിടെ എനിക്ക് മിസ്സായിട്ടാണ് ഞാനിവിടെ ജോലിയിലിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മിസ്സായിട്ടാണ് ഞാനിവിടെ ജോലിയിലിരിക്കുന്നത്. ചിലർ പറയില്ലേ ഞാനിവിടെ കഷ്ടപ്പെട്ടൊന്നുമല്ല ഉപയോഗിക്കുന്നത്, വീട്ടിൽ പോയിട്ട് എത്ര കാലമെന്നറിയോ. അതായത് നമുക്ക് പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത് നോക്കെ. ചില ആൾക്കാരില്ലേ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അതിനാണ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം ഗിവ് അപ്പ് ചെയ്താലും മറ്റൊരു കാര്യം നമുക്ക് നേട്ടമുണ്ടാവുള്ളൂ ലൈഫിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് കേട്ടോ അർത്ഥം ബിലാരി. The bureaucrats pointed out that there was manipulation in these reports. That's great. Don't do anything at the cost of your career. Career കളഞ്ഞിട്ടൊരു പരിപാടി വേണ്ടാന്ന്. നന്ദിഷ, good work. Gandhiji took center stage in Indian national movement. Great. Harshad, he concentrated in his studies. Okay. Concentrated in എന്ന് പറയില്ല, concentrate in your studies, on your studies അല്ലേ, on his studies ആണ്. concentrate on your studies is on his studies at the cost of using mobile phone. Okay. Pointed out the advantages and disadvantages of nuclear energy. That's great. MS Dhoni took a center stage. MS Dhoni in MS ഷോർട്ട് ഫോമിൽ കൊടുക്കുമ്പോഴേ മിസ് ധോനി എന്നായി പോകും കേട്ടോ. അല്ലേ MSS ക്യാപിറ്റൽ കൊടുക്കും. MS Dhoni took a center stage in the playoffs to enter into 10th IPL final. അത് നമ്മുടെ ധോനി വന്നുകൊണ്ട് ഗുണമുണ്ടായിരുന്നു. Boycotting negative thoughts will help you to get peace. Yes, of course. Daily human crisis, including poverty, corruption, inflation, etc., should take center stage of discussion in our country. Yes.
Indian people boycotted the foreign materials at the time of Swadeshi movement. Oh, അതിന്റെ പേര് സ്വദേശി മൂവ്മെന്റ് എന്നാലേ. ഓക്കെ ഓക്കെ, ഞാനത് മറന്നുപോയി കേട്ടോ, സത്യം പറയാലോ, പണ്ടെങ്ങാണ്ട് പഠിച്ചതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. The Indians boycotted the foreign products using Swadeshi movement. Great. Government tried their best to boycott drugs, but it is personally imported in various parts of Kerala. എന്താലേ. Suddenly, voyagers ended off the road, shipwrecked due to the technical glitch. Okay. The employees boycotted the meeting to increase the salary. Great. For me, that was an acrimonious function. Acrimonious parayam, adjective aanu. Okay. Boycott of 2,000 rupees notes dismayed him. All right. The real friend should point out a mistake. Yes. ആണല്ലേ. എല്ലാം ശരിയാടാ, സൂപ്പറാ, നീ സൂപ്പറാടാന്ന് എപ്പോഴും പറയുന്ന ആൾക്കാരാണെങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യം കാണിച്ചു, ചേട്ടാ അത് വേണ്ടായിരുന്നു കേട്ടോ, അത് ശരിയാണില്ല, അത് വേണ്ടായിരുന്നു കേട്ടോ, അത് വെറുതെ അഫക്റ്റ് ചെയ്യൂടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും അല്ലെ എടാന്നോ എടീന്നോ നമ്മളെ ഹെൽപ്പ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടാവല്ലോ. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മളൊരു പെർഫെക്റ്റ് അല്ല ആരും, അല്ലേ? നോബഡി ഈസ് പെർഫെക്റ്റ്. നമ്മളെല്ലാവരും ലൈഫിൽ കുറേ ആൻസേഴ്സ് തേടുകയാണ്, അല്ലേ? തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. മാത്രമല്ല നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ്മെന്റിലോട്ട് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മനുഷ്യർ. അപ്പോൾ അങ്ങനെ നമ്മുടെ മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിടാതെ കൈ പിടിച്ചോട്ടോ, ആ ആൾ കൊള്ളാം, ഫ്രാങ്ക് ആയ ആളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ആളാണ്. സോ റീകോൾ അടുത്തത് നൗണും വേർബും ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ നെഗറ്റീവ് പഠിപ്പിക്കുന്ന ആൾക്കാരെ നോക്കല്ലേ, അത് വേറെ. ലെവൽ മനസ്സിലാക്കണേ, ഓരോരുത്തരുടെ ലെവൽ അറിയണം. ചിലർ ഭയങ്കര നെഗറ്റീവ് പഠിപ്പിക്കാൻ, നെഗറ്റീവ് പഠിപ്പിക്കുവാണെങ്കിൽ മാർക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ റീകോൾ ഇസ് എ നൗൺ ആൻഡ് എ വേർബ് ആസ് വെൽ. റീകോൾ എന്ന് പറഞ്ഞാൽ റികളക്ഷൻ, നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തൽ, മെമ്മറി ആണ് റീകോൾ. So it was a quick recall. I had a quick recall of our meetup. നമ്മൾ അന്ന് കണ്ടില്ലേ ആ മീറ്റപ്പിൽ ഒരു ചെറിയൊരു ക്വിക്ക് റീകോൾ ഇപ്പം എൻ്റെ മനസ്സിലോട്ട് വന്നു, ഒരു മെമ്മറി പെട്ടെന്ന് ഞാൻ ഓർത്ത് കേട്ടോ. നമ്മൾ അന്ന് കണ്ടത് അല്ലേ, അന്ന് കണ്ടത് ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു എന്നൊക്കെ പറയില്ല അത്. സോ വേർബ് ആയിട്ട് പറയുമ്പോൾ റിമെമ്പർ അല്ലെ, ബ്രിങ് ബാക്ക്, തിരിച്ച് തന്നെ നമ്മൾ ഓർമ്മയിലോട്ട് കൊണ്ടുവരികയാണ്. അതിനെയാണ് റീകോൾ ചെയ്യുക എന്ന് പറയാം. സോ റീകോൾ നൗൺ ഉണ്ട്, അതേപോലെ വേർബ് ഉണ്ട്. അടുത്ത അനക്സ്. അനക്സ് ഒരു വേർബ് ഉണ്ട്, ഓർമ്മയുണ്ടെന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ. അനക്സ് ചെയ്യുക, അല്ലെ ക്യാപ്ചർ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ആ അനക്സ് ഉണ്ടല്ലോ ANNEX ആണ്. അനക്സേഷൻ ഒക്കെ പറഞ്ഞ വേർബ് അല്ലേ, അല്ല നൗണില്ലേ. പക്ഷെ ഈ അനക്സ് ഉണ്ടോ, ഈ അനക്സിന്റെ അർത്ഥം ശ്രദ്ധിച്ചോണേ, നമ്മൾ പഠിച്ചിട്ടുള്ള അനക്സ് എന്ന ഈ വേർബിന് അനക്സേഷൻ എന്ന നൗണ്, ANNEXATION. അനക്സേഷൻ എന്ന് പറയുമ്പോൾ കോൺക്വസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ദിവസം പഠിച്ചുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പഠിച്ച കോൺക്വസ്റ്റ് അല്ലേ, അനക്സേഷൻ ഓഫ് ദ കിങ്ഡം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ. കിങ്ഡം ഇപ്പൊ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും അനക്സ് ചെയ്തെടുത്തു ആര്, നമ്മുടെ റഷ്യ. അത് അനക്സ് ചെയ്യുക എന്ന വേർബാണ്, പിടിച്ചെടുക്കുക അല്ലെ. നമ്മൾ എന്താ പറയാ, സീസ് ചെയ്യാം, കോൺക്വസ്റ്റ് ചെയ്യുക, അതിനൊക്കെയാണ് അനക്സേഷൻ എന്ന് പറയാം, അതോ അനക്സ് ചെയ്യുക എന്ന് പറയാം. പക്ഷേ ഈ അനക്സ് ഉണ്ടോ, ANNEXE അനക്സ് എന്ന് പറയുന്നത് വേറെയാണ് അർത്ഥം. എക്സ്റ്റൻഷൻ, അഡിഷൻ, ആൻ എക്സ്ട്രാ ബിൽഡിംഗ്. നമ്മളൊരു അഡീഷണൽ ആയിട്ട് ബിൽഡിങ്ങിന് കൂടെ അതിൽ ചേർത്തെടുക്കുക. ഇപ്പൊ പാർലമെന്റ് നമ്മൾ ചെയ്ത് അങ്ങനെയല്ല, പാർലമെന്റ് മൊത്തത്തിൽ പൊളിച്ചൊന്നുമില്ലോ, അതിലോട്ടൊരു അനക്സ് ചെയ്തു, ഒരു പുതിയൊരു അനക്സ് കൊണ്ടുവന്നു, ഒരു എക്സ്റ്റൻഷൻ എടുത്തു, അത്രേ ഉള്ളൂ. അതാണ് അനക്സ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം, ദാറ്റ് ഇസ് അനക്സ്. Your resentment towards governmental policies can be raised by writing editorials. That's great. നമ്മുടെ ഓതറിനോടാണോ ഈ സെന്റൻസ് ആയത്? The acrimony among the friends resulted in conflict. All right. Certain rules treats the people with an acrimony. With an acrimony പറയില്ലടാ നന്ദിച്ച, നമ്മൾ ഒരിക്കലും അൺകൗണ്ടബിൾ നൗൺ ഞാൻ പറയില്ല. അൺകൗണ്ടബിൾ നൗൺ ആണ് ഓഫ് കോഴ്സ്, പക്ഷേ അബ്സ്ട്രാക്ട് നൗണിനോട് ഒരിക്കലും നമ്മൾ ആൻ കൊടുക്കരുത്, ആനോ എയോ ഒന്നും കൊടുക്കരുത്. നമ്മൾ കൗണ്ടബിൾ നൗണുകളുടെ കൂടെ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുള്ളൂ, എയോ ആനോ കൊടുക്കുള്ളൂ. അബ്സ്ട്രാക്ട് നൗൺസ് ആർ അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗണോട് ഒരിക്കലും ആൻ കൊടുക്കല്ലേ, തെറ്റാണ്. ആൻ ആക്രിമണി അല്ല, വിത്ത് ആക്രിമണി കൊടുത്താൽ മതി കേട്ടോ. ദർ ഇസ് an annex at the end of the book. Addition അല്ലേ. ഓക്കെ, സെക്കൻഡ് ട്രൈ, ഫസ്റ്റ് ടൈം ആണല്ലോ എൻ്റെ ക്ലാസ് വരുന്നത്. Good morning and welcome to the club. Okay, the students boycott their classes because of increasing fee. That's great. Acrimony towards a person will make you bad and be capital കൊടുത്തല്ലോ, bad, I am bad അല്ലേ. If you're bad, I'm your dad എന്ന് പറയുന്ന പോലെ, അതാണോ, ആ bad ആണോ? His acrimonious attitude made him as a wet blanket among the group. That's a great sentence. He recalled the memories during his college life. Great. Annexation of Hyderabad by India took place in 1948. Great. Recall your previous classes, then only you solved these problems. That's great. During a talk between me and my grandmother, she always used to recall the all beautiful memories that happened in her life. അടിപൊളി അല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കുണ്ട് ഇങ്ങനെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, പക്ഷേ ഗ്രാൻഡ് മദർ മരിച്ചുപോയി, 3 വർഷമായി. എനിക്ക് ഭയങ്കര തീരാ നഷ്ടമാണ് ലൈഫിൽ. ബിക്കോസ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഐ ഹാവ് എ ഗ്രാൻഡ് ഫാദർ. പുള്ളി പോയിട്ടില്ല, പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാർട്ണർ ഇൻ ട്രാവൽ, ക്രൈം എല്ലാം. അപ്പം
എനിക്ക് അറിയാം ഇവരിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. എനിക്ക് അവരുടെ കഥ കേട്ടുകൊണ്ടിരിക്കുക. ഓൾറെഡി ഐ ലവ് സ്റ്റോറി ടെല്ലിങ്. എനിക്ക് കഥ പറയാൻ ഇഷ്ടം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എഡിറ്റോറിയൽ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കഥകൾ എനിക്കുണ്ടാവും. അതുപോലെ കഥകൾ കേട്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഈ പെട്ടെന്ന് ഗ്രാൻഡ് മദറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ആദ്യം ഗ്രാൻഡ് മദറിൻ്റെ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആരതിയുടെ സെൻറ്റൻസ് ആണോ എന്ന് വിചാരിച്ചു. അമ്മമ്മ പറയുന്ന കാര്യമാണെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആതിരയുടെയാണ്. റികളക്ഷൻ ഓഫ് ഗുഡ് പീപ്പിൾ ഹു മോട്ടിവേറ്റഡ് യു മസ്റ്റ് ബി ഇന്നോവേറ്റബിൾ rather than you denigrated them അല്ല, rather than you denigrate them. അവിടെ ഡെനിഗ്രേറ്റഡ് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറുകയല്ലേ. അപ്പം യു മസ്റ്റ് ബി ഇന്നോവേറ്റബിൾ rather than denigrate you എന്ന് കൊടുക്കണം കേട്ടോ. ആരതി he couldn't recall nothing. അനുപേ കുടിൻ്റെ നെഗറ്റീവ് ആണ്, പിന്നെ നത്തിങ് കൊടുക്കുമോ? ഇല്ല. ഡബിൾ നെഗറ്റീവ്സ് വന്നാൽ അരം പ്ലസ് അരം കിന്നരം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡബിൾ നെഗറ്റീവ്സ് മസ്റ്റ് ബി അവോയ്ഡഡ്. അത് വേണ്ട. ഒന്നെങ്കിൽ കുടിൻ്റെ കൊടുക്കുക, അല്ലെങ്കിൽ നത്തിങ് കൊടുക്കുക. അപ്പം നീ എന്ത് കൊടുക്കണം? ഹി കുഡ് റീകോൾ നത്തിങ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഹി കുഡിൻ റീകോൾ എനിത്തിങ് എന്ന് കൊടുക്കാം കേട്ടോ. ഹി കുഡിൻ റീകോൾ എനിത്തിങ് അല്ലെങ്കിൽ ഹി കുഡ് റീകോൾ നത്തിങ് കേട്ടോ. അബൌട്ട് ഹിം ആഫ്റ്റർ ദ ആക്സിഡന്റ് കേട്ടോ. റീകോളിംഗ് ദ പാസ്റ്റ് മെമ്മറീസ് മെയ്ഡ് ടിയേഴ്സ് ഇൻ ഹർ ഐസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഗുഡ് മോർണിംഗ് സെക്കൻഡ് ട്രൈ. പേര് പറയാവോ? പേരെന്താ? ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ. അടുത്ത എഡിഫിസ്. എഡിഫിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് എ നൗൺ കേട്ടോ. അർത്ഥം ഇതാണ് ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ, ഇറക്ഷൻ. അപ്പം നമ്മുടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, എന്തോ ഒരു സ്ട്രക്ചർ. എനി ബിൽഡിംഗ് ക്യാൻ ബി എനി സ്ട്രക്ചർ, എനി കൺസ്ട്രക്ഷൻ, എനി ഇറക്ഷൻ. അതിനാണ് എഡിഫിസ് എന്ന് പറയാം. ഒരു കാര്യം എഡിഫിസിനെ പറ്റി പറയാം. എഡിഫിസ് എന്ന് പറയുന്നത് ഫോമൽ വേർഡാണ്. ഇറ്റ്സ് എ ഫോമൽ വേർഡ് കേട്ടോ. എഡിഫിസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എപ്പോഴൊന്നും ദിവസം കാണില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുക്സിലൊക്കെ വായിക്കുമ്പോഴൊക്കെ ഫോമൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ കാണുന്ന ഒരു സാധനം. ഈ എഡിഫിസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുദ്രപേപ്പറിലൊക്കെ കണ്ടോർത്തോണം. എഡിഫിസ് എന്ന് പറഞ്ഞ സാധനം ഇത്രേ ഉള്ളൂ. ബിൽഡിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ എന്നൊക്കെയാണ്. ഫോമൽ വേർഡ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. ഓക്കെ ആണേ? യെസ്, നോക്കട്ടെ. Boycott of online games in Tamil Nadu was an important rule by the governor. Great. PM Umid Yojana annexed up to 2026. All right. This is the new edifice you are looking for. Yes, this is the new structure or new building. Annexure of SSLC certificate is mandatory whenever you apply for a post. That's great. പിന്നെ മോൾക്ക് ഇന്നലെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? സന്തോഷമായി എന്ന് പറയാം. ഞാൻ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം കേട്ടോ. അടിപൊളി. Acrimony between the neighborhood countries പറയില്ല ഹർഷദേ, neighboring countries. neighborhood എന്ന് പറഞ്ഞാൽ അയൽവക്ക രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ neighboring countries കേട്ടോ. ഹർഷദ അത് ശ്രദ്ധിക്കണേ. അഡ്ജക്റ്റീവായിട്ട് neighboring എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. Acrimony between the neighboring countries is the best investment for the weapon trade. Okay. Annexation of Sindh was made by Lord Ellenborough. ബോറോയുടെ ബി ക്യാപിറ്റൽ കൊടുക്കണേ ആതിര. ഹർഷത്ത് പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. ശരിയാ. കഴിഞ്ഞ ദിവസം നമ്മളൊരു കരിക്കിൻ്റെ ഒരു വെബ് സീരീസ് താങ്ക്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, റോഡ് പണി കഴിയാത്തതുകൊണ്ട് എന്തായി, എനിക്ക് കുറച്ച് ബിസിനസ് കിട്ടുന്നുണ്ട് എന്ന് പുള്ളി പറഞ്ഞ പോലെ. അപ്പോൾ വോർ നടന്ന എന്താ ഗുണം അല്ലേ? അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രു നടന്ന എന്താ ഗുണം? വെപ്പൺ ട്രേഡ് കുറേ നടന്നോളും അല്ലേ? ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ല. അറ്റ് ദ കോസ്റ്റ് ഓഫ് ദിസ് വോർ വെസ്റ്റേൺ കൺട്രീസ് ആർ മേക്കിംഗ് മണി ഡ്യൂ ടു വെപ്പൺ ട്രേഡ് അല്ലേ? നമ്മൾ നേരത്തെ ബിലാരി എന്നോട് ചോദിച്ചില്ലേ, നോക്കി. അറ്റ് ദ കോസ്റ്റ് ഓഫ് റഷ്യ ഉക്രൈൻ വാർ ഓർ ഉക്രൈൻ ഇൻവേഷൻ, വെസ്റ്റേൺ കൺട്രീസ് ആർ മേക്കിംഗ് മണി ഓർ മേക്കിംഗ് പ്രോഫിറ്റ് യൂസിങ് വെപ്പൺ ട്രേഡ് എന്ന് പറയാം. മനസ്സിലായി? അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇത് വോറിൻ്റെ നഷ്ടപ്പെട്ട് വോർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് നഷ്ടം അല്ലേ, ഒരു നഷ്ടം എത്തി മറ്റു കാര്യം ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ പീസ് അങ്ങനെ പറയാം. Multinational company always focus on annex in order to achieve success all over the world. Yes. The annexation of more members in the committee will help you to study the impact of demonetization in the country. Great. I missed out to read the annex. It was very important. Important? That's important which the madi keto. The venda avade. Anyway, this is the basic edifice of atom model by Niels Bohr. Great. Niels Bohr. Okay. The contractor annexed more workers to complete the work on time. Great. Edifice your life with positivity. Edifice is a noun. Aradi, edifice is a noun. It's not a verb. Noun aane, verb alla, noun aane. Orthichola. That's very important. അപ്പോൾ ലൈവിൽ ഉള്ളവരൊക്കെ ഒന്ന് ഉഷാറായിക്കേ. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ഒരു ഉഷാറില്ലല്ലോ. ഉഷാർ ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്ലാസ്സിൽ ഉഷാർ. കാരണം ജിൽനെസ് ഇല്ല നമ്മുടെ ക്ലാസ് ഇല്ല കേട്ടോ. ജിൽനെസ് ആണ് നമ്മുടെ മുഖമുദ്ര. സോ റിമെമ്പർ ദാറ്റ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നമുക്ക് ശനിയാഴ്ചകളിൽ എഡിറ്റോറിയൽ ഇല്ല. നാളെ രാവിലെ എഡിറ്റോറിയൽ ഇല്ല, പക്ഷെ 10 മണിക്ക് ഷെഫിക് സാറിൻ്റെ സെഷൻ ടൈമിൽ ഞാൻ വരും. കാര്യം നമ്മൾ മിഷൻ LDC നടന്നു. ഇപ്പം നമ്മുടെ ടാർഗറ്റ് മിഷൻ LDC ആണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഈ വരുന്ന LDC എക്സാമിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം PSC നമുക്ക് പിടിച്ചടക്കണം. അപ്പം LDC എക്സാമിന് LGSന് ഇംഗ്ലീഷ് ഇല്ല, പക്ഷേ LDCക്ക് 10 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഷെഫീഖ് സാറിൻ്റെ ബയോളജി പ്ലസ് CA സ്പോർട്സ് ആൻഡ് ആർട്സ് എല്ലാം കൂടെ കാര്യങ്ങൾ പോകുന്നതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് 10 മണിക്ക് റെഗുലറായിട്ട് LDCക്ക് വേണ്ടി ഒരു സെഷൻ നമ്മൾ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ 10 മണിക്ക് ഞാൻ വരും. നാളെ എഡിറ്റോറിയൽ ഇല്ല, അറിയാലോ, നമുക്ക് സാറ്റർഡേസിൽ എഡിറ്റോറിയൽ നമ്മൾ ഇല്ല, അപ്പോൾ മാറ്റി. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ഞാൻ വരും LDCയുടെ മിഷൻ പോസിബിൾ സെഷനിൽ ഇംഗ്ലീഷിൽ കുറച്ച് PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ബാക്കോട്ട് അപ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഒരു സീരീസ് ആയിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. LDC ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ അതൊരു ബേസിക്സ് തന്നെ ഇട്ട് കൊടുക്കുക, ഫൗണ്ടേഷൻ ഇട്ടിട്ട് തന്നെ പോകണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ രാവിലെ 10 മണിക്കാണ് കേട്ടോ. നമുക്ക് നാളെ എഡിറ്റോറിയൽ ഇല്ല, സാറ്റർഡേ ആണ്, കാര്യം മറക്കണ്ട. ഓക്കെ അല്ലേ? നമ്മൾ നോക്കട്ടെ. അപ്പോൾ എഡിഫിഷ്യൽ ലൈഫ് പറ്റില്ല കേട്ടോ, ആരതി നോക്കാം. ഷീ റീകോൾ ദി ഇൻസിഡന്റ് ആൻഡ് ദർ അൺഇന്റിമിറ്റേറ്റഡ് വേർഡ്സ്. ഓക്കെ, ജിൽജിനസ് ഇസ് എ നൗൺ. അതെ, ജിൽജിനസ് എൻ്റെ മാത്രം ഒരു നൗണാടാ. ദ ഫാദർ agrees to give edifice among his children. Yes, the edifice is a government property. The edifice അല്ലേ, this edifice എന്ന് കൊടുത്തു, അല്ലെങ്കിൽ the edifice. ഓക്കെ, പറയാം. ജിൽജിലാണ് മിസ് ജിൽജിൽ അല്ലേ, പിന്നെ എന്താ അല്ലേ? ഞാൻ അതാണ് എൻ്റെ പ്ലൂരില്ല ജിൽജിൽ നിന്ന്, മനസ്സിലായോ? അടുത്ത് പിടിച്ചോ. നമുക്ക് അടുത്ത വേർഡ്സിലോട്ട് പോകാം. മാജസ്റ്റിക് ബിൽഡിംഗ്. എൻ്റെ പൊന്നടാവേ, ഈ ബിൽഡിംഗ് ഒന്ന് കണ്ടു തന്നെ, പ്രൗഢഗംഭീരമായ ബിൽഡിംഗ് ആണ്. മലയാളത്തിൽ നമ്മൾ പ്രൗഢഗംഭീരം എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് മാജസ്റ്റിക് അല്ലേ. ചില ആൾക്കാരെ കാണുമ്പോൾ നോക്കൂ, എന്താ ഒരു ചന്തം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയുണ്ട് കേട്ടോ, ഒരു വണ്ടി. എനിക്കിഷ്ടമുള്ളവരോടൊക്കെ ഞാൻ എപ്പോഴും പറയും, ആ വണ്ടിയെ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ വണ്ടിയെ പറ്റി പറയുമ്പോൾ ഞാൻ വാതോരാതെ സംസാരിക്കും. എൻ്റെ ആഗ്രഹം ഇനി അടുത്ത് ആ വണ്ടി മേടിക്കണം എന്നുള്ളതാണ്. അപ്പം എനിക്കിഷ്ടമുള്ളൊരു വണ്ടിയുണ്ട്. അപ്പം ആ വണ്ടി എപ്പം ഞാൻ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും എൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് ആ വണ്ടി പോകുമ്പോൾ ഞാനിങ്ങനെ പറയും, എൻ്റെ പൊന്നടാവേ, എന്നാ ഒരു ചന്തം, എന്നാ ഒരു എന്താ പറയുക, ഗജഗംഭീരമായിട്ടാണ് നിൽക്കണേ അല്ലേ, അജഗജാന്തരമായിട്ട് അത് പോകുന്നു എന്നൊക്കെ ഞാൻ പറയും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അത്. വണ്ടി ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ പാട്ട് വരും. ധൂം ചലാവിലെ പാട്ടില്ലേ, ഡൂഡു ഡൂഡു ഡു, അത് വരും. ആ സാധനം എൻ്റെ മനസ്സിലോട്ട് വരും. ആ മ്യൂസിക് ഒക്കെ വന്ന് പെട്ടെന്ന് ഞാൻ ആ ഒരു മൂഡിലോട്ടാവും. അപ്പം ചില സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഫീൽ ചെയ്യും, ആ ഒരു വണ്ടി ഇങ്ങനെ എന്നെ പാസ് ചെയ്ത് പോകുമ്പോൾ. സോ അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന അതിനെ എനിക്ക് വേറൊരു വാക്കില്ല അതിനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആ വാക്ക് ആണ് മാജസ്റ്റിക്. എക്സോൾട്ടഡ്, ഏറ്റവും ഉയരങ്ങളിലുള്ളത്. ഓഗസ്റ്റ് എന്ന മന്ത് അല്ലേ, ഓഗസ്റ്റ് എന്ന മന്ത് പോലെ ഓഗസ്റ്റ് ഒരു അഡ്ജക്റ്റീവ് കൂടിയാണ്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് അല്ലെങ്കിൽ ഹൈലി എലിവേറ്റഡ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് മുകളിലുള്ള, ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള, മുകളിലായിട്ടുള്ള എന്നൊക്കെയാണ് ഓഗസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അതുകൊണ്ട് മന്ത് ഓഫ് ഓഗസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം എക്സോൾട്ടഡ്, ഓഗസ്റ്റ്, അതുപോലെ തന്നെ ഗ്രേറ്റ്, അതാണ് മജസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. എലിവേറ്റഡ്, അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്താണ് ഓഗസ്റ്റ് എന്ന ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് പറയുന്ന പോലെ ഓഗസ്റ്റ് എന്ന വാക്ക് എനിക്ക് ഭയങ്കര കണക്റ്റഡായ ഒരു വാക്കാണ്. സോ അതാണ് മജസ്റ്റിക് എന്ന വാക്ക്, ഭയങ്കര എന്താ പറയുക, ഗാംഭീര്യമായ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് മജസ്റ്റിക്, ഓർത്തോളാം. അടുത്ത പാർട്ടിസാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു പാർട്ടിസാൻ നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പാർട്ടിസാൻ എന്ന് പറഞ്ഞാൽ ഫോളോവർ, സപ്പോർട്ടറാണ്. അപ്പോൾ പാർട്ടിസാൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാർട്ടിസാൻ അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബയസ്ഡ് ആയിട്ടുള്ള, പ്രെജുഡിസ്ഡ് ആയിട്ട്, ഒരു സൈഡിലോട്ട് ചായ്വ് അല്ലെ, ലോപ്പ് സൈഡഡ് ആയിട്ടുള്ള, വൺ സൈഡഡ് ആയിട്ട്, അതാണ് പാർട്ടിസാൻ എന്ന് പറയാം കേട്ടോ, അഡ്ജക്റ്റീവായിട്ട് പറയും കേട്ടോ. ക്ലിയർ? അടുത്ത സബ്സ്റ്റാൻഷ്യൽ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് യൂസേജ് ആണ്. സബ്സ്റ്റാൻഷ്യൽ എന്ന് പറയുന്ന യൂസേജിന് അഡ്ജക്റ്റീവ് എന്ന അർത്ഥം കൺസിഡറബിൾ, സോളിഡ്, അപ്പം കാര്യമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. കൺസിഡറബിൾ ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള, ഫണ്ടമെന്റൽ, ബേസിക്, എസെൻഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാൽ കൺസിഡറബിൾ ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള, ഫണ്ടമെന്റൽ ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള എന്നൊക്കെ പറയും. Okay, അല്ലേ? Failure is not the end of the road, but the milestone of the success is pointing out the reasons and carries out new strategies to erect it at any cost. That's great. Government of India always avoid acrimony of militants. Great. You should annex your brain for enriching knowledge. That's great. ഏതാ വണ്ടിന്നോ ഇപ്പം പറയൂല, 2 ദിവസം കഴിഞ്ഞിട്ട്. എന്നെ നിങ്ങൾക്ക് അറിയാലോ, ഉറപ്പായിട്ട് എഡിറ്റോറിയൽ ഞാനത് പറഞ്ഞിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്തായാലും ഞാൻ പറയും, അറിയാലോ. ഏത് വണ്ടിയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഡസ്റ്റർ അല്ല നൂവേ, ഡസ്റ്റർ എനിക്കിഷ്ടമല്ല. ഡസ്റ്റർ കൊള്ളാം കേട്ടോ, ഡസ്റ്ററിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് സുഖമൊക്കെ ഉണ്ട്, നല്ല വണ്ടിയാണ്, സ്പേഷ്യസ് ആണ്, സംഭവം കൊള്ളാം. പക്ഷേ ഡസ്റ്റർ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പം അതിൻ്റെ പണിയൊക്കെ നിർത്തി, ഷെവർലെ കമ്പനി അത്, റെനോ അതിൻ്റെ ഇത് എടുക്കുന്നില്ല. അപ്പം
എന്താ പറയുക നിർത്തിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് ഒരു ഇറ്റ്സ് ലൈക്ക് എ വൈറ്റ് എലഫൻ്റ് ആണ്. കുറച്ച് പൈസ അതിൽ നമ്മൾ ഒരുപാട് പൈസ അതിൽ പോകും ഡസ്റ്ററിൽ. അപ്പോൾ ഡസ്റ്റർ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ വണ്ടിയെ നോക്കുകയുള്ളൂ. വണ്ടി എല്ലാ രീതിയിലും ചിന്തിച്ചിട്ടേ ഞാൻ വണ്ടി മേടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി വണ്ടി മേടിക്കാനുള്ള ആഗ്രഹത്തിൽ ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പക്ഷേ ഇതല്ല, ഡസ്റ്റർ അല്ല കേട്ടോ, ഡസ്റ്റർ ആണ് ഞാൻ പറഞ്ഞത്. ദ എഡിഫിസ് ഇസ് സോ മജസ്റ്റിക്. യെസ്. The bilateral relations between India and Australia is a majestic one. That's great. Majestic people are born in August. അതെ. താറെങ്ങാനാണോന്നോ? അടിപൊളി. അയ്യോ എന്താലേ, താറ് തന്നെ കേട്ടോ സത്യം. പക്ഷെ താറാണോ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ കള്ളം പറയുന്നത് എങ്ങനെയാണ്? താറ് തന്നെ കേട്ടോ, താറാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ലൈഫിൽ ഭയങ്കര. അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ആഗ്രഹിക്കാറില്ല. എനിക്കിങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതാണ്, പക്ഷേ താറ് എൻ്റെ ഒരു ആഗ്രഹമാണ്. താറ് മേടിച്ചിട്ട് ഞാൻ അടങ്ങും, അതിൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. ഹംപി is a majestic city that was built at the time of കൃഷ്ണദേവരായ. യെസ്. താജ്മഹൽ is a majestic construction. യെസ്. താജ്മഹൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പോയി, അവിടെ ഡൽഹി പോയിട്ട് അവളിങ്ങനെ താജ്മഹലിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് സ്റ്റേറ്റസ് ഇട്ട് ഇങ്ങനെ കളിക്കുക. അപ്പം ഞാൻ ഓർത്തു, താജ്മഹൽ ഒരു സംഭവം തന്നെയാണ് അല്ലേ. ഇറ്റ്സ് എ മാജസ്റ്റിക് ബിൽഡിംഗ്. ബി എ ഗുഡ് പാർട്ടിസൺ ഓഫ് യുവർ ഡ്രീംസ്. ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത് നോക്കാം ഐറണി അല്ലേ. നമ്മുടെ 7th ഡേയിൽ പൃഥ്വിരാജ് എന്ന പൃഥ്വിരാജിലെ ക്യാരക്ടർ പറയുന്ന ഡയലോഗ് ഉണ്ട് അല്ലേ, ഐറണിയാണ്. ലൈഫ് ഇസ് എൻ ഐറണി എന്നൊക്കെ പറഞ്ഞ സാധനം പറഞ്ഞേ. ഇതിൽ ഐറണി നോക്കുന്നൊക്കെ പറയില്ലേ. ഐറണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ഡയലോഗ് ഡിസ്കസ് ചെയ്തു. സർക്കാസം, അസബിറ്റി, സറ്റയർ, പാരഡോക്സ്, ലൈഫിലെ വൈരുദ്ധ്യം നോക്കി. ഐറണി എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യം എന്നാണ് അർത്ഥം, ഇൻകോൺഗ്രുവിറ്റി എന്നാണ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ. റോൾസ് റോയ്സ് ഒന്നും അല്ല, റോൾസ് റോയ്സ് ഒന്നും അല്ല, അതിൻ്റെ ഒരു പ്രൗഢിയൊന്നുമില്ല. എന്നെ പറഞ്ഞാൽ താറ് കഴിഞ്ഞിട്ട് എനിക്കതുള്ളൂ. The case cannot proceed without substantial evidence. Evidences അല്ല ഡോണ, എവിഡൻസ് ഇസ് an uncountable noun. എവിഡൻസസ് ഇല്ല കേട്ടോ, പ്ലൂറൽ ഇല്ലേ. ഇൻഫർമേഷൻസ് ഇല്ല, എവിഡൻസസ് ഇല്ല, അതോട് ശ്രദ്ധിച്ചോളാം. എവിഡൻസ്, ഇൻഫർമേഷൻ, ഫേർണിച്ചർ, അതുപോലെ തന്നെ കട്ട്ലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. അതിന് നമുക്ക് പ്ലൂറൽ ഇല്ലാത്ത വാക്കുകളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ടിപ്പറും ലോറിയും എല്ലാം പറയും, അതൊന്നും അല്ല, പറഞ്ഞു ഓൾറെഡി. ഇനി ഞാൻ നിർത്തി, എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. ദ കേസ് കനോട്ട് പ്രൊസീഡ് വിത്തൗട്ട് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് കേട്ടോണ. Swami Dayananda Saraswati was a partisan of Hinduism. All right. You should see the majestic architect of Mahabalipuram in your life. Yeah. ഞാൻ അത് കേട്ടിട്ടുണ്ട്, എനിക്കതിനെപ്പറ്റി കേട്ട് പരിചയമുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. തോന്നിയല്ലേ അനഘ? അല്ല, പിന്നെ അല്ല. എന്ത് ചെയ്യാനാ അനഘ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കള്ളം പറയാം? ബിക്കോസ് എൻ്റെ മനസ്സിലത് കിടന്ന് ഇങ്ങനെ തുളുമ്പുമല്ലേ. അപ്പം എന്നെ കൂടെ പറഞ്ഞു. ഓക്കെ, കൊള്ളാം. പിന്നല്ലേ അഖിലേ, എന്നോട് അങ്ങനെ പറയല്ലേ. ഓരോ ദിവസവും ചെല്ലും തോറും താർന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ റൊമാൻറ്റിഫിക്കേഷനൊക്കെ വരും. ആണോ ഷൈനി? എന്ത് ഷൈനി, നമ്മൾ എന്ത് സിമിലർ അല്ലേ. സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് സ്വീറ്റ് ഇസ് മാൻഡേറ്ററി whenever any positive things happens in life. ഓക്കെ, ദാറ്റ്സ് whenever any positive things എന്ന് പറയുമ്പോൾ ഇത് പ്ലൂറൽ ആയില്ലേ. അപ്പം ഹാപ്പൻസ് കൊടുക്കാൻ പറ്റില്ല. ആരതി happen whenever any positive things happen in her life എന്ന് കൊടുക്കും കേട്ടോ. Whenever we got our first child, it was a majestic moment in our life. That's great. Mahatma Gandhi was a partisan of non-violence. That's great. Moving on, അടുത്ത് നോക്കാം സ്റ്റാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നോളം സ്റ്റാർക്ക് പറയുമ്പോൾ ഞാൻ ഓർമ്മയില്ല, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അകത്ത് സ്റ്റാർക്ക്, ആ കുടുംബമില്ല സ്റ്റാർക്സ്, ആര്യ സ്റ്റാർക്ക്. എനിക്ക് ആര്യ സ്റ്റാക്കിനാണ് ഏറ്റവും ഇഷ്ടം ഗെയിം ഓഫ് ത്രോൺസിൽ. അതുകൊണ്ട് തന്നെ സ്റ്റാർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ആര്യ സ്റ്റാക്കിന് ഓർമ്മ വരും. സോ സ്റ്റാർക്ക് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം ഇതാണ്: ഷാർപ്പ്, സിവിയർ, ഡിസ്റ്റിങ്ക്റ്റ്, വളരെ ക്ലിയർ ആയിട്ടുള്ള, ഒബ്വിയസ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അതാണ് സ്റ്റാർക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്റ്റാർക്കിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, നമ്മളിത് പഠിച്ചിട്ടുമുണ്ട്. ഷിയർ, കംപ്ലീറ്റ്, മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്നാണ് കേട്ടോ. സോ അതാണ് സ്റ്റാർക്ക് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം, പഠിച്ചിട്ടുണ്ട്. ലൈവിലുള്ളവർക്ക് ലൈക്ക് ഇട്ടേ പിള്ളേരെ, എന്തേ സ്നേഹമില്ലാതെ ഇങ്ങനെ ഇരിക്കണ പിള്ളേരെ, ഒരു ലൈക്ക് കിട്ടേ. പകുതി പേര് പോലും ലൈക്ക് ഇട്ടില്ല, അതാണ് എനിക്ക് സങ്കടം. എന്താണ് പിള്ളേരെ, ജാടയാണോ? അടുത്ത് നോക്കാം. നെക്സ്റ്റ് സെറ്റോട് പോട്ടെ. അപ്പോൾ സ്റ്റാർക്ക് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, സിവിയർ, ഡിസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ അർത്ഥം, പിന്നെ ഷിയർ, കംപ്ലീറ്റ്, എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ടോണി സ്റ്റാർക്ക്. ഓ ശരി. Yes, teacher teaches about the substantial features of economy. That's great. Both happiness and sadness are substantial elements in our life. Substantial elements കേട്ടോ, elements. The irony in buying duster is that it's a majestic car only in the looks. അങ്ങനെയാണ്. ഡസ്റ്റർ ലുക്കിൽ കൊള്ളാം. ശരി, എൻ്റെ ഒരു ഫ്രണ്ട് ഡസ്റ്റർ മേടിച്ചിട്ടേ. അപ്പോൾ അവന് ഞാനിവിടെ ഇങ്ങനെ ഒരു ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോയപ്പം ഞാൻ അവളോട് ഡസ്റ്റർ മേടിച്ചോ? അപ്പം എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഡസ്റ്റർ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല കാര്യം, നിൻ്റെ ആഗ്രഹം നീ സാധിച്ചല്ലോ. അവൻ പൈസ എടുത്തുള്ള, അവൻ്റെ ജോലി എടുത്ത് അവൻ ഉണ്ടാക്കിയ പൈസ ഉണ്ട്, ബാങ്ക് ലോണൊന്നും ഇല്ലാതെ ഫുള്ള് പൈസയ്ക്ക്. ഇനി അവനെന്താ എന്നോട് പറഞ്ഞു, ഇനി ഒന്നേന്ന് ഉണ്ടാക്കണം പൈസ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൻ്റെ ആഗ്രഹം, അവന് ഇത്രയും വർഷങ്ങൾക്ക് പൈസ ഉണ്ടാക്കി അവൻ ജോലി കൊണ്ട് നേടിയൊരു കാറാണ്. പക്ഷേ അവൻ തന്നെ പറയുകയും കൂടി ചെയ്തു, അപ്പോൾ കാര്യം ഇതാണ്, ഭയങ്കര കോസ്റ്റ്, നമ്മുടെ മെയിൻ്റനൻസിന് ഒരുപാട് പൈസ പോകും എന്ന് പറഞ്ഞു.
അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡസ്റ്ററിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. നമ്മളിതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഡസ്റ്റർ ആലോചിച്ചിട്ടേ മേടിക്കാവുള്ളൂ കേട്ടോ. യെസ്, താർ വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടോ? ഒച്ചോടാ ഷൈനി, എന്ത് പറ്റാതെ? നീ ഒരു ജോലി മേടിക്കുക ഷൈനി, അടിപൊളിയായിട്ട് ജോലി മേടിച്ചിട്ട് താരങ്ങ് മേടിക്കണം, അത്രേ ഉള്ളൂ. അത് പിന്നെ ആരും നിന്നെ പിന്തിരിപ്പിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മേടിച്ചിരിക്കണം. There's a stark difference between what politicians say and what they do. That's great. In order to achieve success, we always consider substantial process. Great. As a partisan of ruling party, he ironically made a statement. That's a great sentence. Moving on, deliberation. അടുത്ത വാക്കാണ് deliberation. Thought, കൺസിഡറേഷൻ അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ കോഷൻ, ശ്രദ്ധ എന്നർത്ഥം കൂടെ ഡെലിബറേഷൻ ഉണ്ട് കേട്ടോ. സോ ഡെലിബറേഷൻ എന്ന് പറയുന്നത് നൗണാണ്. നമുക്ക് രണ്ടർത്ഥമുണ്ട്, തോട്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ, കെയർ അല്ലെങ്കിൽ കോഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ഡെലിബറേഷൻ. ഓർത്ത് വെച്ചു കേട്ടോ. അക്കോർഡിംഗ് ടു ഹിസ് ഡെലിബറേഷൻ, അക്കോർഡിംഗ് ടു മൈ ഡെലിബറേഷൻ, എൻ്റെ ഒരു കൺസിഡറേഷൻ അനുസരിച്ച് എന്നൊക്കെ പറയല്ലേ, ഡെലിബറേറ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണെന്നൊക്കെ നമ്മൾ പറയല്ലേ. ഡെലിബറേഷൻ നൗൺ ആണെങ്കിൽ ഡെലിബറേറ്റ് അഡ്ജക്റ്റീവ് ആണ്, ഇന്റൻഷണൽ എന്നർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഡെലിബറേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം കൂടെ ഓർക്കണം, ഡെലിബറേറ്റ് എന്ന് പറയുന്നത് വേർബായിട്ടും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഡെലിബറേറ്റ് എന്ന് പറയുന്ന വേർബും ആണ്. പക്ഷെ ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഓർക്കാൻ വേണ്ടി പറയാണ്, ഡെലിബറേറ്റ് വേർബ് ഉണ്ട്, പക്ഷെ ഇവിടെ ഡെലിബറേറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവും ഉണ്ട് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആ ഡെലിബറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഓർക്കുക എന്നുള്ള അർത്ഥത്തിലല്ലേ, തിങ്ക് കെയർഫുള്ളി എന്നുള്ള അർത്ഥം ഡെലിബറേറ്റ് ചെയ്യുക. അപ്പം ഡെലിബറേറ്റ് ചെയ്യുന്ന വേർബും ഉണ്ട്, അതുപോലെ തന്നെ നൗണും ഉള്ള കാര്യം മറക്കണ്ട. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ നോക്കിയ അസെന്റ്, ASCENT, അസെന്റ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ അസെന്റ് എന്ന് പറയുന്നത് ടി വന്ന നൗൺ ആണ്. അസെന്റ് വേർബ് ഉണ്ട്, അത് ASCEND ആണ് കേട്ടോ. കയറ്റം അല്ലെ, ക്ലൈംബ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലൈംബ്, ആ ഒരു ഇറ്റ് വാസ് എ ഹാർഡ് ക്ലൈംബ്, ഇറ്റ് വാസ് എ ഹാർഡ് അസെന്റ്. അയ്യോ, ഇവിടം വരെ എത്താൻ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറയാം. ആ എത്തിച്ചേരലുണ്ടല്ലോ, ആ കയറ്റം, അതിനെ നൗൺ ആയിട്ടാണ് അസെന്റ് എന്ന് പറയാം. അപ്പം എന്നാൽ അസെന്റ് ചെയ്യുക ഡി വരുമ്പോൾ അത് വേർബാണേ. അപ്പം ക്ലൈം, കോൺക്വസ്റ്റ്, ക്ലാംബർ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ റൈസ് അല്ലേ, റൈസ് ഇല്ലേ, നമ്മുടെ അസെന്റ് ഓഫ് പ്രൈസസ്, പ്രൈസിന്റെ അസെന്റ് കയറ്റം എന്ന് പറയും. സോറിങ്, ഇന്നലെ പറഞ്ഞില്ലേ സോറിങ്, ലീപ്പ്, അതൊക്കെ അസെന്റ് തന്നെയാണ് കേട്ടോ, സെയിം മീനിങ് ആണ്. ഇതൊക്കെ സിനണിംസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ PSC ചോദിച്ചൊരു ചോദ്യത്തിൽ ഇതേപോലെ നമ്മളെ ഒന്ന് കുടുക്കിയില്ലേ, അപ്പം ഞാനത് പറയായിരുന്നു. ഇതൊക്കെ സിനണിംസ് ആണ്, നമുക്ക് ചാലഞ്ച് ചെയ്യാം PSC, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അടുത്ത, കാരണം അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചാലഞ്ച് ചെയ്യാം. അടുത്ത അസെന്റ് എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. ഈ അസെന്റ് ഓർമ്മയുണ്ടോ? അസെന്റ് നൗൺ മാത്രമല്ല വേർബും ഉണ്ട്. ഈ അസെന്റ് കൺഫ്യൂസിംഗ് വേർഡ്സിൽ പെടുന്നതാണ് ഈ അസെന്റ്, ASSENT അസെന്റ്. അർത്ഥം ഇതാണ്, അഗ്രിമെന്റ് അല്ലെങ്കിൽ എന്താ, കൺസെന്റ് കൊടുക്കുക അല്ലെ, അപ്രൂവ് ചെയ്യുക. കൺസെന്റ് ഓർ അപ്രൂവ് ചെയ്യുക എന്ന വേർബ് സെയിം സാധനമാണ്. അപ്രൂവ് ചെയ്യുക എന്നുള്ളതും അസെന്റ് എന്ന് പറയുന്ന നൗണുമാണ്. അതേപോലെ കൺസെന്റ് എന്നർത്ഥം, അഗ്രിമെന്റ്, കൺസെന്റ് എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്. സോ സെയിം സാധനം, പക്ഷെ ASSENT എന്ന് പറയുന്നത് വേറെ, ASCENT എന്ന് പറയുന്നത് വേറെ. കൺഫ്യൂസിംഗ് വേർഡ്സിൽ വരുന്നതാണ്, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, മാറിപ്പോകരുത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ളതാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത അക്കൗണ്ടബിൾ, യു ആർ അക്കൗണ്ടബിൾ ഫോർ ദിസ് ക്രൈം. ഈ ക്രൈം നിന്റെ തലയിലാണ്, നിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയില്ല. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. യു ആർ അക്കൗണ്ടബിൾ ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ നീയാണ് റെസ്പോൺസിബിൾ, യു ആർ ആൻസറബിൾ, യു ആർ ലയബിൾ, നീയാണ് ഇതിൽ നിന്ന് ലയബിൾ, നീയാണ് ഇത് വരുത്തി തീർത്തതെന്നൊക്കെ പറയില്ലേ. സോ ഓർത്ത് വെച്ചോണം, ഇവിടെ നമ്മൾ പറയുന്ന റെസ്പോൺസിബിളിന്റെ അതേ മീനിങ് ഉള്ള ആൻസറബിൾ ഉണ്ട്, യു ആർ ആൻസറബിൾ. എന്നാൽ അതേ ഇതാണ് ലയബിൾ എന്ന വാക്കും കൂടെ അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടബിൾ വേറൊരിടത്തും കൊണ്ട് എക്സ്പ്ലിക്കബിൾ ആണ്, വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അതും അക്കൗണ്ടബിൾ. ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകും, ഇത് വായിച്ചാൽ മനസ്സിലാവും, നമുക്ക് അക്കൗണ്ടബിൾ ആയ ഒരു കാര്യമാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലിക്കബിൾ ആണ്. അല്ലാതെ എന്താ പറയാ, വളരെ എക്സ്പ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ക്ലിയർ ആണ് എന്നൊക്കെ പറയില്ലേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഡെസിഫറബിൾ ആണ് എന്നൊക്കെ അർത്ഥം കൂടെ ഇതിനുണ്ട്, അക്കൗണ്ടബിളിനുണ്ട് കേട്ടോ. അണ്ടർസ്റ്റാൻഡബിൾ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത തന്നെ പ്രീഡോമിനൻസ്, നൗൺ ആണ് പ്രീഡോമിനൻസ്. പ്രീഡോമിനൻസിന് നൗൺ വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പ്രീഡോമിനന്റ് ഉണ്ട്, പ്രീഡോമിനന്റ് ഇൻ ദ സൊസൈറ്റി അല്ലേ, പ്രാവീണ്യത്തിലുള്ള പ്രീഡോമിനന്റ്. പ്രീഡോമിനന്റ് അഡ്ജക്റ്റീവ് ആണ്, പ്രീഡോമിനൻസ് നൗൺ ആണ്. പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രിവലൻസ്. അപ്പൊ പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രിവലന്റ് അല്ലെ, പ്രീപോണ്ടറൻസ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള എന്നൊക്കെയാണ് പ്രീഡോമിനന്റ് എന്ന് പറയുമ്പോൾ വരുമ്പോൾ കേട്ടോ. നമ്മുടെ പവർ, ഇൻഫ്ലുവൻസ്, അതൊക്കെയാണ് പ്രീഡോമിനൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഇതിൽ അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ, പ്രാവീണ്യം ഉണ്ടല്ലോ, അതിൽ പവർ ഉണ്ടല്ലോ, അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, പ്രീഡോമിനൻസ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെന്റൻസ് നോക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ട്രജക്ടറിയോട് പറയാം, എന്നിട്ട് സെന്റൻസിലോട്ട് വരാം കേട്ടോ. ട്രജക്ടറി അറിയാലോ, എന്താ പറയുക,
Focus on a trajectory. നിന്റെ ട്രജക്ടറി നീ ഫോക്കസ് ചെയ്യുക. കോഴ്സ്, റൂട്ട്, പാത്ത്, ട്രാക്ക്, ലൈൻ, ആംബിറ്റ്, അതാണ് ട്രജക്ടറി അല്ലേ. ട്രജക്ടറി നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അല്ലാതെ നമ്മൾ ലൈഫിലൊരു ട്രജക്ടറി എന്ന് പറയും നമ്മുടെ ലൈഫിലെ പാത്ത്, നമ്മുടെ ട്രാക്ക് അല്ലേ. ക്ലിയർ ആയ ട്രാക്കിലൂടെ പോകാന്നൊക്കെ പറയില്ല. ട്രാക്ക് ക്ലിയർ ആണോ നോക്കണേ എന്നൊക്കെ പറയില്ല. ആ സാർ ഓർത്ത് വെച്ചോണേ. നോക്കട്ടെ, സെൻറ്റൻസ് കുറേ ആയല്ലോ. യാ, ദിസ് സ്റ്റാക്ക് ഡിഫറൻസ് പറഞ്ഞു. യെസ്, ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് പറഞ്ഞു. There was a stark vandalism. Yes, there was a stark vandalism by the goons. All right. Stark goal leads to win. All right. That's great. The dialogue the North remembers by Arya Starks gave me goosebumps. അയ്യോ, എനിക്ക് ഓർമ്മ ആര്യ സ്റ്റാക്കിന് ഓരോ എന്താ പറയുക ഓരോ ഇതുണ്ടല്ലോ, ഓരോ ലുക്സ് ആൻഡ് ആ പുള്ളിക്കാരുടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി ക്യാരക്ടർ പറയാതിരിക്കാൻ പറ്റില്ല. സ്റ്റാർക്ക് ഡിക്രീസ് ഇൻ ദ കമ്പനീസ് പെർഫോമൻസ് സ്റ്റാർട്ട് മെയ്ഡ് ദ ബോസ് ഇൻ ട്രബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. The deliberation of the lawyer helped her friend to save the Frey from the punishment. Save ആരെ from the punishment? Save ഒരു ട്രാൻസിറ്റീവ് verb എമിലെ. അപ്പോൾ സേവ് ആരെ ഫ്രം പണിഷ്മെന്റ്? സേവ് ദംസെൽസ് ആണോ അല്ലെങ്കിൽ സേവ് ഹിം ആണോ ഹിംസെൽഫ് ആണോ? അങ്ങനെ ഒരു കാര്യം വേണം. സേവ് കഴിഞ്ഞിട്ടേ അത് കൃത്യമായിട്ട് നിർബന്ധമായിട്ട് ഓർക്കുക. സേവ് എപ്പോഴും ട്രാൻസിറ്റീവ് verb ആണ്. അതിന് ശേഷം ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമുണ്ട്. അടുത്ത there is a stark increase in her deliberation process. ഓക്കെ, ഡെലിബറേഷൻ അല്ലെങ്കിൽ ഡെലിബറേറ്റ് പ്രോസസ് മതി, എന്നാലും കറക്റ്റാ. അസെൻഡിങ് ഓർഡർ. യെസ്, ചെറുതിൽ നിന്ന് വലുതിലോട്ടുള്ള പോക്കിനാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയാം അല്ലേ. അത് തന്നെ. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് മർഡർ. അറിഞ്ഞുകൊണ്ടുള്ള മർഡർ ആണ് അല്ലെ, ഇന്റൻഷണൽ മർഡർ. യെസ്. The ascent of Brazilian footballer Vinicius Junior was quite incredible. Great. Good deliberation creates success in a life. Yes. Ascent is too steep. Great. You are accountable for your actions. Yes, you are. We must not forget those who are accountable for success in a life. Yes. വന്ന വഴി മറക്കരുത് നമ്മൾ പറയില്ലേ. The ascent price of basic things worries people in rural area. Ascent price, rise of അല്ലേ. അസെൻറ്റ് പ്രൈസ് എന്ന് പറയില്ല അവിടെ, ഇങ്ങനെ കൊടുക്കുക അസെൻഡിങ് പ്രൈസ്. റൈസിങ് പ്രൈസ് അല്ലേ, പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലേ ഷഹാന പറയാം. അപ്പോൾ അസെൻഡിങ് കൊടുക്കുക, ASCENDING കേട്ടോ. അസെൻഡിങ് പ്രൈസ് ഓഫ് ബേസിക് തിങ്സ് worries people in rural area എന്ന് കൊടുക്കുക കേട്ടോ. I have submitted my CV for your deliberation. That's great. കൺസിഡറേഷൻ അല്ലേ. ഷി ഫേസ് ദ മ്യൂസിക് ദാറ്റ് വാസ് അക്കൗണ്ടബിൾ ഫോർ ദ ലോസ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അനക, ഐ ശ്രദ്ധിക്കൽ യു. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോഴും അനക സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. യു ആർ ലേണിംഗ് എ ലോട്ട് ഓഫ് ഇഡിയംസ് അല്ലേ. ഒരുപാട് ഇഡിയംസ് ഡേ ബൈ ഡേ പഠിക്കുന്നുണ്ട്. ഗുഡ് ഫോർ യു, നല്ല കാര്യം കേട്ടോ, അടിപൊളി. ആൻഡ് സെൻറ്റൻസസ് മേക്ക് ചെയ്യുന്നതുകൊണ്ട് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഐ എം സോ ഹാപ്പി കേട്ടോ. ഉഷാറാട്ടോ. The people were waiting for the deliberation of the king. That's great. Determine the trajectory of the path of the projectile. That's great, Dia. Great. Don't deviate from your trajectory. ദിയ ഫസ്റ്റ് ടൈം അല്ല നമ്മുടെ ക്ലാസ്സിൽ. ഞാൻ ഇതുവരെ ഈ ദിയ AA ഉള്ള ദിയെ കണ്ടിട്ടില്ല ക്ലാസ്സിൽ. വെൽക്കം ടു എ ക്ലബ് കേട്ടോ. യാ, ദ ട്രജക്ടറി ഓഫ് ലൈഫ് ഹാസ് ups and downs. ഹായ് ലക്ഷ്മി. The court said he was accountable for that crime. That's great. Political leaders will always say so. വില്ലും കൊടുക്കരുത് അവിടെ. ഓൾവേസിൻ്റെ കൂടെ ഒരിക്കലും വില്ല് കൊടുക്കരുത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓൾവേസ് സേ. കാരണം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് സബ്ജക്റ്റ്, അത് പ്ലൂറൽ ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വേർബ് കൊടുക്കുക. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓൾവേസ് സേ ടു കോമൺ പീപ്പിൾ ദാറ്റ് ദ ഡെലിബറേഷൻ ഓഫ് യുവർ റിക്വസ്റ്റ് വിൽ ബി ഡൺ ലേറ്റർ. പിന്നെ ചെയ്തു തരാം എന്ന് പറയില്ലേ, അത് അവിടെ വിൽ ബി ഡൺ ലേറ്റർ കുഴപ്പമില്ല, അടുത്ത ക്ലോസിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ക്ലോസിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓൾവേസ് സേ എന്ന് കൊടുക്കാവുള്ളൂ. അവിടെ വില്ല് നമ്മൾ ഫ്യൂച്ചർ കൊടുക്കരുത്. മാത്രമല്ല സെയ്സ് കൊടുക്കരുത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് പ്ലൂറലാണ്, വേർബ് പ്ലൂറൽ കൊടുക്കാം കേട്ടോ. ആതിര, സേവ് ഹിം ഫ്രം പണിഷ്മെന്റ് ഉദ്ദേശിച്ച അല്ലേ. ഓക്കെ എന്നാൽ പിന്നെ ഓക്കെ ആടാ എമിലെ, സെറ്റാ. He follows a trajectory suggested by his partisan. That's great. The worst employee in the company is accountable for the destruction of the company. All right. Kerala has predominance in the field of health and education. Yes, it does. The predominance in the performance of MS Dhoni, even in this age, is laudable. Aano alle pulli super alle. Predominance of knowledge is always at peak. That's great. Moving on people, നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമ്മുടെ SSC CHSL ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് റിജിൻ സാറിന്റെ സെഷൻ ഉണ്ടായിരുന്നു, ഹിസ്റ്ററി. രാവിലെ 7 മണിക്ക് 7 to 8 അല്ലേ രാവിലെ ഉണ്ടായിരുന്നു. വൈകിട്ട് അടുത്ത സെഷൻ എനിക്കൊന്നു 5 മണിക്കാണ്. 7 to 8 രാവിലെ ഒരു സെഷൻ, പിന്നെ 5 to 6 ഒരു സെഷൻ, പിന്നെ വൈകിട്ട് 9 to 10 ആണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ 3 സ്ലോട്ടായിട്ടാണ് നമ്മുടെ CHSന്റെ ക്ലാസ്സിൽ പോവുക. 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണേ. ജൂൺ 8 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ CHSL കേട്ടോ. 27 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി ഉള്ള 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ല OBC ആണെങ്കിൽ നിങ്ങൾക്ക് 27 കഴിഞ്ഞാൽ 30 വയസ്സ് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, ഏജ് റിലാക്സേഷൻ.
ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ 5 വർഷം 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതൊന്ന് അപ്ലൈ ചെയ്യുക, അത് കൃത്യമായിട്ട് പാലിച്ചു പോവുക. +2 ബേസ് മതി നിങ്ങൾക്ക്, ആ ബേസുള്ള എക്സാം ആണ്. നന്നായി പഠിച്ചു പോകാം. PYQ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ PYQ സെഗ്മെന്റുകൾ കണ്ടു നോക്കുക. എന്നും വൈകിട്ട് 7:30 ഞാൻ ഷെഫിക് സാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇന്ന് 7 മണിക്കായിരിക്കും കേട്ടോ, കാരണം ഇന്ന് എനിക്ക് 7:30 ക്ലാസ് ഉണ്ട്, വേറെ ക്ലാസ് പെയ്ഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ 7 മണിക്ക് ഞാനും ഷെഫിക് സാറോ ചെയ്യുന്നതായിരിക്കും. അത് മറക്കണ്ട. അപ്പോൾ കൃത്യമായിട്ട് വരിക. അതുപോലെ 10 മണിക്ക് എന്നും LDC പഠിക്കുന്ന എല്ലാവർക്കും 10 മണിക്ക് സെഷൻ നമ്മുടെ ഷെഫിക് സാർ PSCക്കാർക്കൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ നാളെ ഷെഫിക് സാർ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് ആ സെഷൻ ചെയ്യുക. അപ്പോൾ PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും നാളെ രാവിലെ 10 മണിക്ക്. അപ്പോൾ കാണാം. അതുപോലെ തന്നെ SSC CHSL അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റിയോ അല്ലെങ്കിൽ എക്സാം പാറ്റേണിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ട് ചോദിക്കുക, സെഷൻസ് കാണുക, പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ CGLന് വേണ്ടി ഇനി പഠിക്കുന്നവരുണ്ടെങ്കിൽ അറിയാലോ, CGLന്റെ എക്സാം നമുക്കറിയാം ഈ പറയുന്ന ജൂലൈ 14 തീയതി മുതൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി 1 മാസം ഒന്നര മാസം കറക്റ്റ് 1.5 മാസം നമുക്കുള്ളിലുള്ളൂ. ആ 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചിറക്കണമെങ്കിൽ നമ്മളൊരു ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. 2400 രൂപയാണ് കോഴ്സ് ഫീ. അപ്പോൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 1 തീയതിയാണ്. കറക്റ്റ് 1.5 മാസത്തേക്കുള്ള ഒരു കോഴ്സാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉഷാറായിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ നമുക്ക് പഠിച്ചെടുക്കാം. ഏറ്റവും പ്രൈമറി ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒക്കെ പഠിക്കാം. ബേസിക്സ് ഒക്കെ നമ്മൾ വിട്ടിട്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് പൊടി തൊട്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുക. 2400 രൂപയാണ് കോഴ്സ് ഫീ. അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കോഡ് Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക. CHSL അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് ഉണ്ട്, 8 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യണേ മറക്കരുത് കേട്ടോ. കോഡ് മറക്കണ്ട. കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ കോഡ് അപ്ലൈ ചെയ്താൽ വന്നാൽ മതി. കൂപ്പൺ കോഡ് Y314 Y314 കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. സെറ്റ് ബാക്ക്. It was a setback in my life. It was a major setback in my life. എൻ്റെ ലൈഫിൽ ഒരു വല്ലാത്തൊരു പണിയായി പോയത് അല്ലേ. A problem, difficulty, issue, hitch, complication. അതിനാണ് നമ്മൾ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. There are lots of setbacks in our life അല്ലേ. നമ്മുടെ ലൈഫിൽ ഒരുപാട് പണികൾ പ്രശ്നങ്ങൾ ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമ്മളങ്ങ് തരണം ചെയ്ത് പോകണം. ലൈഫ് എപ്പോഴും അങ്ങനെയാണ് അല്ലേ. അതുകൊണ്ട് ലൈഫ് എങ്ങനെയാണ് നമ്മളതങ്ങ് തരണം ചെയ്തങ്ങ് പോവുക. That's it. Okay. He was accountable for that crime. That's great. We should be accountable to those people who helped us in our life. We should കഴിഞ്ഞിട്ട് ബി കൊടുക്കണേ. കാര്യം ഷുഡ് കഴിഞ്ഞിട്ട് ഒരിക്കലും അഡ്ജക്റ്റീവ് അല്ല കൊടുക്കണ്ടേ. ഷുഡ് ഒരു മോഡൽ ഓക്സിലർ വെർബാ. ഏതൊരു മോഡൽ ഓക്സിലർ വെർബിന് ശേഷവും നമ്മളൊരു V1 കൊടുക്കണ്ടേ. എമിലെ മറക്കല്ലേ, വിട്ടുപോയതാന്ന് തോന്നുന്നു. അപ്പോൾ V1 കൊടുക്കുന്നവരെ മറക്കണ്ട. ഏതൊരു മോഡൽ ഓക്സിലർ വെർബിന് ശേഷം V1. ബി ആണ് അവിടുത്തെ V1 വേണ്ട കേട്ടോ. The trajectory followed by the predominance of Russia, Mr. Putin to conquest Ukraine created a thrashing effect. Yes, it does. In order to achieve success, we always go through trajectory. ഏത് ട്രജക്ടറി അല്ലേ, ഏതൊക്കെ പാത്ത് അല്ലേ. The predominance of youngsters should use to the should use to the അല്ല അവിടെ ഷൈനി ഒരു ചെറിയ വ്യത്യാസം. The predominance of youngsters should be used, അവരെ ഉപയോഗിക്കുക അല്ലേ. The power of youth should be used to the development of nation എന്ന് കൊടുക്കുക അല്ലേ. നാഷണൽ ബിൽഡിങ്ങിന് യൂത്തിന് ഉപയോഗിക്കുക എന്നല്ലേ ഷൈനി ഇപ്പോൾ ഉപയോഗിച്ചേ. അപ്പോൾ അതിന് എന്താ പറയേണ്ടതെന്ന് അറിയോ ഷൈനി? ഉപയോഗിക്കപ്പെടുക എന്നല്ലേ. അപ്പോൾ പാസിവൈസേഷൻ കൊടുക്കുക. The predominance of youngsters should be used, യൂസ് ചെയ്യപ്പെടണം. To the development അല്ല, for the development of the nation കേട്ടോ. For the development of nation. ഒന്നുകൂടി പറയാം. The predominance of youngsters പാസിവൈസേഷൻ കൊടുക്കണം. should be used for the development of nation എന്ന് കൊടുക്കുക കേട്ടോ. The trajectory followed by Stone was parabolic in nature. That's great. From every setback there is a comeback. Yes, Emile, yes. അടിപൊളി. അടുത്ത അട്രിഷൻ എന്ന വാക്ക് കേട്ടുണ്ടോ? അട്രിഷൻ എന്ന വാക്ക് വളരെ ഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. റിഡക്ഷൻ, ഒരു വീക്കനിങ്, എൻഫ്ലീബ്ലിംഗ്, അറ്റനുവേഷൻ. അറ്റനുവേറ്റ് ചെയ്യുക വേർബ് അല്ലേ, വീക്കൻ ചെയ്യുക വേർബ് അല്ലേ. അപ്പം അട്രിഷൻ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. വീക്കനിങ്, എൻഫീബ്ലിംഗ്, അറ്റനുവേഷൻ, റിഡക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ. ഓർത്ത് വെച്ചു, ഇതാണ് നമ്മുടെ വേർഡ്സ് കേട്ടോ. ദിസ് ഈസ് ദ വൊക്കാബുലറി. ഇന്നത്തെ ദീസ് ആർ ദ വേർഡ്സ്. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇടുക, ലൈക്ക് ചെയ്യുക. നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇഫ് യു റിയലി ലൈക്ക് ദ സെഷൻ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ജാടൊന്നും കാണിക്കേണ്ട, ധൈര്യമായിട്ട് ലൈക്ക് ഇട്ടോളൂ. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകും. Nowadays, the attrition of usage of electricity is major setback faced by families. Yes. If you have determination, then nobody can put a spoke on the wheel in the trajectory of your dream. ഒരു കാര്യം പറയാവേ, ഇഫിൻ്റെ കൂടെ ഒരിക്കലും ദെൻ ഉപയോഗിക്കരുത്. അതൊരു റിഡൻഡൻറ്റ് ഫ്രേസ് ആണ്. അരം പ്ലസ് അരം കിന്നരം. ഇഫ് ഉള്ളപ്പോൾ പിന്നെ ദെന്നിൻ്റെ ആവശ്യം ഇല്ല. അതൊരു അനാവശ്യമായ അഡീഷനാണ് കേട്ടോ. സൂപ്പർഫ്ലോസ് ആയിട്ട് മാറ്റുക സെൻറ്റൻസിനെ. അപ്പോൾ അതിനെ ശ്രദ്ധിക്കുക. ഇഫിൻ്റെ കൂടെ ഒരിക്കലും ഇഫ് ക്ലോസിൽ ഒരിക്കലും ദെൻ ഉപയോഗിക്കരുത്. തെറ്റായ യൂസേജ് ആണ്. ദെൻ എടുത്ത് മാറ്റുക കേട്ടോ. Yes, it should be used for the development of nation. Yes, most of the time we have to solve the setback in our life. Yes, we want success in our life. We always overcome the setbacks. Yes, it was a deadlock setback, but now he's in out of the woods. He's in out of illa. He's out of woods. Sorry, he's out of woods. അതൊരു ഇഡിയമാണ്. ഇന്നിൻ്റെ ആവശ്യം അവിടെ ഇല്ലാട്ടാണ്. ഹീസ് ഔട്ട് ഓഫ് വുഡ്സ് മതി.
he's out of danger. കേട്ടോ. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇന്ന് ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി പറ്റി പറയുന്നത് പാർലമെന്റ് ബിൽഡിങ്ങിന്റെ കാര്യങ്ങളെ പറ്റി, ഇനോഗ്രേഷനെ പറ്റിയൊക്കെയാണ്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് റീഡ്. നമ്മുടെ എന്താണ് നമ്മുടെ പാർലമെന്റ് ബിൽഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ നടന്നത്, അല്ല ഇനോഗ്രേഷൻ സമയത്ത് നടന്ന് നോക്കാം. ദ ട്രജക്ടറി ഓഫ് ദ പ്രൊജക്ട് വാസ് പാരബോളിക്. ഗ്രേറ്റ്. ഞാൻ അത് വായിച്ചായിരുന്നല്ലോ നന്ദിഷ. അപ്പോൾ inauguration of new parliament building scheduled for May 28 could have been an occasion of national unity, but unfortunately politics is taking center stage. Opposition parties have announced they would boycott the event, pointing out that President, head of the state, and not the Prime Minister, who is head of the government, should have been inaugurating the building. There is merit in the opposition argument, though a boycott is too extreme in response. The government and the opposition have contributed to converting this too into an episode of acrimony, which has already made meaningful functioning of the parliament very difficult. In a joint statement, the opposition, അപ്പോൾ 28-ാം തീയതി ഈ വരുന്ന മെയ് 28-ാം തീയതി എന്ത് നടക്കാൻ പോവാ, നമ്മുടെ പാർലമെന്റിന്റെ ഒരു ചെറിയൊരു കുറെ നാളെ നമ്മുടെ പ്രസിഡന്റ് വേറെ അടുത്തല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്, അല്ലേ ഹോട്ടലിൽ അല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു നമ്മുടെ പാർലമെന്റിന്റെ ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുക, അനക്സേഷൻ അല്ല ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഒരു അഡീഷണൽ നടന്നുകൊണ്ടിരിക്കുക, അനക്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ അതിന്റെ ഇനോഗ്രേഷൻ നടക്കാൻ പോകുന്ന മെയ് 28-ാം തീയതിയാണ്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന മെയ് 28-ാം തീയതി എന്ന് പറയുന്നത് ഒരു പാർലമെന്റ് ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷൻ നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്രമാത്രം ഒക്കേഷൻ ഓഫ് നാഷണൽ യൂണിറ്റി വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു സംഭവമാണ് ഈ പറഞ്ഞ പാർലമെന്റിന്റെ ഇനോഗ്രേഷൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ നമുക്ക് അതിനുള്ള യോഗമില്ല മണിയെ, അല്ലേ, നമുക്ക് അതിനുള്ളൊരു യോഗമില്ല. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് അതിന്റെ സെന്റർ സ്റ്റേജ് എത്തുന്നുണ്ട്. ഇപ്പൊ പൊളിറ്റിക്സ് അവിടെ കിടന്ന് കളിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഓപ്പോസിഷൻ പാർട്ടി ഭയങ്കര ദേഷ്യത്തിലാണ് എല്ലാവരും. കാരണം വെച്ചാൽ ഈ ഇവന്റ് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള കാരണമായിട്ട് അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് പ്രസിഡന്റ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കണം ഇനോഗ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഗവൺമെന്റിന്, ഏത് ഗവൺമെന്റാണ് ഏത് പാർട്ടിയിൽ ആണ് ഭരിക്കുന്നത് അവരാണല്ലോ ഗവൺമെന്റിന്റെ ഹെഡ് ആയിരിക്കരുത്, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കരുത് ഇത് ചെയ്യേണ്ടത്, ഇനോഗ്രേറ്റ് ചെയ്യേണ്ടത്. പ്രൈം മിനിസ്റ്ററാണ് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കരുത് ഇനോഗ്രേറ്റ് ചെയ്യേണ്ടത്, പ്രസിഡന്റ് വേണം ഇനോഗ്രേറ്റ് ചെയ്യാനെന്നാണ് ഒപ്പോസിഷനൊക്കെ പറയുന്നത്. അപ്പം ദർ ഇസ് എ മെറിറ്റ് ഇൻ ദ ഒപ്പോസിഷൻ ആർഗ്യുമെന്റ്. ഒപ്പോസിഷൻ പറയുന്നതിൽ കാര്യമുണ്ട്, അതിലൊരു മെറിറ്റ് ഉണ്ട്, അതിന് ഒരു പോയിന്റ് ഉണ്ട് എന്നാണ് ഓതർ പറയുന്നത്. കാരണം വെച്ചാൽ ഇതൊരു എന്നാലും ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയ ഒരു റെസ്പോൺസ് ആണെങ്കിൽ പോലും അവർ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട് എന്ന് ഓതറിന്റെ രീതിയിൽ പറയുകയാണ്. കാര്യം ഗവൺമെന്റും ഒപ്പോസിഷനും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തവണ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഇവരുടെ വിദ്വേഷം കൂടിക്കൂടി വരികയാണ്, അക്രമണി കൂടിക്കൊണ്ട്. They have an episodes, they have lots of they have a series of episodes of acrimony. ഭയങ്കരമായിട്ട് എപ്പോഴും ഉണ്ട് അവർക്ക്, അല്ലെ. അതിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഓൾറെഡി പാർലമെന്റിനെ ഭയങ്കര കഷ്ടപ്പെട്ട പാർലമെന്റിനെ ഇഴഞ്ഞു നീങ്ങുക. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു വർക്ക്. പാർലമെന്റിന്റെ ഫംഗ്ഷനിങ് വളരെ മീനിങ് ഫുൾ ഫംഗ്ഷനിങ് ആയിട്ടല്ല പോണേ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഒപ്പോസിഷനും ഗവൺമെന്റും തമ്മിൽ ഭയങ്കര എന്താ പറയുക ചകട പോട്ടിയാണ്. അപ്പോൾ ഇൻ എ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് opposition has said that this undignified act insults the high office of the president and violates the letter and spirit of the constitution. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അവരവരുടെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഒപ്പോസിഷൻ എല്ലാവരും കൂടി പറയുന്നുണ്ട്, ഇതൊരു അൺഡിഗ്നിഫൈഡ് ആയ ആക്ടാണ്, ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഡിഗ്നിറ്റി ഇല്ലാത്തൊരു ആക്ടാണ്, പ്രസിഡന്റിനോട് ഒരിക്കലും ഡിഗ്നിറ്റി കൊടുക്കാത്ത ഒരു ആക്ടാണ്. പ്രസിഡന്റ് ആണ് ഏറ്റവും ഹയർ ഓഫീസർ ആള്, അതുകൊണ്ട് പ്രസിഡന്റ് തന്നെ ഇനോഗ്രേറ്റ് ചെയ്യണം. കാരണം ഇത് നമ്മൾ വയലേറ്റ് ചെയ്യാണ് ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ സ്പിരിറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് അവർ കൃത്യമായിട്ട് പറയണം. ആൻഡ് സ്പെസിഫിക്കലി മെൻഷൻ ദാറ്റ് ഇന്ത്യ ഹാസ് ഫസ്റ്റ് വുമൺ ആദിവാസി പ്രസിഡന്റ് ആവും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു വുമൺ ആദിവാസി പ്രസിഡന്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ചരിത്രത്തിൽ ഇടം നേടാവുന്ന ഒരു കാര്യമാണ്, അല്ലേ. അപ്പം പാർലമെന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വുമൺ ആദിവാസി പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ അത് വലിയ അഭിമാനമൂത്തിന്റെ ഒരു മുഹൂർത്തം തന്നെയാണ്. ശരിക്കും അതിനൊരു അവസരം ഒരുക്കി കൊടുക്കേണ്ടത് തന്നെയാണ് അതിന് എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, നമുക്കൊരു അഭിമാനിക്കാം, നമ്മുടെ ഫസ്റ്റ് വുമൺ ആദിവാസി പ്രസിഡന്റ് ആണ് നമ്മൾ പാർലമെന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ അത് എപ്പോഴും ഓർത്തിരിക്കുക, ചരിത്രത്തിൽ എന്നും ഇടം നേടുന്ന ഒരു സാധനമായിരിക്കും, ഹിസ്റ്ററി ആയിരിക്കും അത്, അല്ലേ. ദ ഭാരതീയ ജനതാ പാർട്ടി BJP has countered the charge by recalling that former prime minister. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ത് ചെയ്തു, അവർ നേരെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ പണ്ടത്തെ ഒരു ഇൻസിഡന്റ് അവർ റീകോൾ ചെയ്തു. അപ്പോൾ ഇവരെന്താ റീകോൾ ചെയ്യുന്നവർ, പണ്ട് ഫോമർ പ്രൈം മിനിസ്റ്റർ ആയ ഇന്ദിരാഗാന്ധി ഹാഡ് ഇനോഗ്രേറ്റഡ് ദ പാർലമെന്റ് in annex building on October 24, 1974. October 24, 1975 ഇന്ദിരാഗാന്ധി
പാർലമെന്റ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പം നിങ്ങളിത് പറയുമ്പോൾ പണ്ട് 1975 പാർലമെന്റ് ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ മോദിജി ഇനോഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് അവരുടെ ചോദ്യം. മാത്രവുമല്ല, ആ ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്തതും അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ സെറ്റ് ചെയ്തത് രാജീവ് ഗാന്ധി ആയിരുന്നു. ഹി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ പാർലമെന്റ് ബിൽഡിംഗ്. പാർലമെന്റ് ബിൽഡിംഗ് അല്ല, പാർലമെന്റ് ലൈബ്രറി. പാർലമെന്റ് ലൈബ്രറിയുടെ ഇതെന്താ എന്താ നാഴികല്ലിട്ട് അല്ലേ, കല്ലിട്ട് തറക്കല്ലിട്ടത് പുള്ളി, നാഴികല്ല തറക്കല്ലിട്ടത് നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു. ഓഗസ്റ്റ് 15, 1987 ഈ പരിപാടി നടന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞൊരു കൗണ്ടർ അടിക്കുവാണ് ഇവർ BJP-കാർ ചെയ്യുന്നത്. ദ ഇനോഗ്രേഷൻ ഓഫ് an annex or a library is not, however, comparable to the inauguration of the majestic edifice of the representative government. ശരിയാണ്, നമ്മളൊരു പാർലമെന്റിലെ ഒരു ചെറിയൊരു ബിൽഡിംഗ് അല്ലെ, ഒരു അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു അല്ലെ ചെറിയൊരു എന്താ പറയുക മെയിൻ്റെനൻസ് വർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളൊരു ലൈബ്രറി എടുത്ത് ഇതിന് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നാണ് ഓദർ പറയുന്നത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രൈമറി കൺസ്ട്രക്ഷനായ ഒന്നാണ് പാർലമെന്റ് തന്നെ. പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു മുഖമുദ്ര തന്നെയാണ്. ആ പാർലമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റിന്റെ ഏറ്റവും മജസ്റ്റിക് എഡിഫിസ് ആയിട്ടുള്ള പാർലമെന്റിനെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഇതിന് വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് അവിടെ ഓദർ പറയാണ്. Let's move to the next paragraph. Turning a milestone, ഒരു നാഴികക്കല്ലിടാൻ പോവാണ് in the journey of the nation into a partisan event. ശരിക്കും പറഞ്ഞാൽ പാർലമെന്റ് ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, പാർലമെന്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നാഴികക്കല്ലിടുന്നൊരു ജേർണി തന്നെയാണ്. പക്ഷെ അതിനൊരു പാർട്ടിസൺ ഈവന്റ് ആയിട്ട്, ഒരു പ്രജുഡിസ്ഡ് ആയിട്ട് ഈവന്റ് ആയിട്ട് ഈ സർട്ടൻലി ബാഡ് ഒപ്റ്റിക്സ്, അതിൽ പാർട്ടിസൺ ഈവന്റ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബാഡ് ഒപ്റ്റിക്സ് അല്ല, അതൊരു ബാഡ് മാർക്ക് നമ്മുടെ ഇന്ത്യയിലോട്ട് വരും. ബട്ട് വാട്ട് ഇസ് മോർ വറിസം, അതിനേക്കാളും വറിസം ഇസ് സബ്സ്റ്റാൻഷ്യൽ ഡാമേജ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ടു ദി ഡെമോക്രസി. പക്ഷെ നമ്മൾ അതിനേക്കാളും ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം, ദർ ഇസ് സബ്സ്റ്റാൻഷ്യൽ ഡാമേജ്, ഒരുപാട് ക്ലിയർ ആയിട്ട് ഫണ്ടമെന്റൽ ഡാമേജ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെമോക്രസിക്ക്. അപ്പോൾ ഡെമോക്രസിക്ക് വരുന്ന ഫണ്ടമെന്റൽ ഡാമേജിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല എന്നാണ് ഓദർ പറയുന്നത്. കാരണം ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ ജനാധിപത്യത്തിന് വരുന്ന ഈ ഒരു മൂല്യച്യുതി അല്ലെങ്കിൽ ഇതിന് വരുന്ന ഒരു ഡെമോക്രസിയുടെ ഡാമേജ് നിങ്ങൾ കണ്ടില്ല നടിക്കാൻ പാടില്ല. ദ ഐറണി കെ നോട്ട് ബി സ്റ്റാക്ക്. നമ്മുടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും എന്ന് പറയുകയാണ് ഓദർ. ദോ എ ന്യൂ ഗ്ലിറ്ററിംഗ് ഫിസിക്കൽ സ്പേസ് ഫോർ ഡെലിബറേഷൻസ് ഇസ് ഓപ്പണിംഗ്, ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ഓപ്പോസിഷൻ ആർ ഐദർ ആബ്സെന്റ് ഓർ ഹോസ്റ്റൈൽ. നമുക്കറിയാം എന്തെങ്കിലും ഒരു പുതിയ കാര്യം വരുമ്പോഴേക്കും ഒന്നെങ്കിൽ ഇന്ററാക്ഷൻസ് നടക്കാറില്ല ഓപ്പോസിഷൻ പാർട്ടിയും ഗവൺമെന്റ് തമ്മിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുക തന്നെ ചെയ്താൽ അത് ഭയങ്കര ഹോസ്റ്റലായിട്ട് അവസാനിക്കുകയും ചെയ്യും. സോ ഡെമോക്രസി ഇസ് നോട്ട് about buildings and statues. ഡെമോക്രസി എന്ന് പറയുന്നത് ബിൽഡിങ്സ് സ്റ്റാറ്റ്യൂസ് അല്ലെ, ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടിപ്പുറക്കുക, സ്റ്റാച്യൂസ് കെട്ടിപ്പുറക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഡെമോക്രസി. ജനാധിപത്യം അതല്ല. ഇറ്റ്സ് അബൌട്ട് ഡെലിബറേഷൻസ്, കൺസിഡറേഷൻസ്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത്, നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യം കൺസിഡറേഷൻസിലാണ്. ആൻഡ് ദ സെർച്ച് ഫോർ കോമൺ ഗ്രൗണ്ട്, എവിടെയാണോ ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്തിച്ചേരുക അല്ലെ, ഒരു കോമൺ ഗോള് കോമൺ ഗ്രൗണ്ടിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഡെമോക്രസിയുടെ മുഖമുദ്ര എന്നാണ് ഇവിടെ ഓദർ പറയുന്നത്. ദാറ്റ്സ് എ വാലിഡ് പോയിന്റ് അല്ലെ, വളരെ വാലിഡ് ആയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ദ അസെന്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ അല്ലെ, എക്സിക്യൂട്ടീവ് പവറിന്റെ റൈസ് അല്ലെ, കയറ്റം എന്ന് പറയുന്നത് അറ്റ് ദ കോസ്റ്റ് ഓഫ് പാർലമെന്ററി അതോറിറ്റി. എക്സിക്യൂട്ടീവ് നടന്നോട്ടെ, എക്സിക്യൂട്ടീവിന്റെ ഭരണമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഓർക്കുക എക്സിക്യൂട്ടീവ് ഭരിക്കുമ്പോൾ അത് നമ്മുടെ എൻ്റെ നെഞ്ചത്തോട്ട് കയറരുത് എന്ന് പറയുന്ന പോലെ അല്ലെ, പാർലമെന്ററി അതോറിറ്റിയെ കോസ്റ്റിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട്, പാർലമെന്ററി അതോറിറ്റി നശിപ്പിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് പവർ അങ്ങനെ വിലസണ്ട ഈസ് എ ഗ്രോയിങ് കൺസേൺ ഇൻ മെനി ഡെമോക്രസീസ്. ഒരുപാട് ഡെമോക്രാറ്റിക് കൺട്രീസ് ഉണ്ട്, ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് പാർലമെന്ററി അതോറിറ്റിനെ അങ്ങ് താഴ്ത്തി കെട്ടി സബ്ഡ്യൂ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് അങ്ങ് പവറിലായിട്ട് നിൽക്കും. അത് പാടില്ല. കാരണം ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പാർലമെന്ററി അതോറിറ്റിക്കാണ് കൊടുക്കേണ്ടത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് പാർലമെന്ററി അതോറിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഓദർ പറഞ്ഞു. കാരണം ഒരുപാട് ഡെമോക്രസീസ് ഈ സംഭവം നടക്കുകയാണ്. ആൻഡ് ഇന്ത്യ ഈസ് സാഡ്ലി വിറ്റ്നസിങ് ദ സെയിം. ഇന്ത്യയിലും സെയിം സാധനം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു പറയുന്നത്. The new building is a part of the reconstruction of the Central Vista. Central Vistയുടെ ഒരു ഭാഗമായിട്ടാണ്, സെൻട്രൽ വിസ്റ്റയുടെ ആ ഭാഗമില്ലേ, ആ ഒരു ന്യൂ റിക്കൺസ്ട്രക്ഷൻ അതിൻ്റെ ഏറ്റവും ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ്. വിച്ച് ഇസ് ദ സീറ്റ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ ആ സെൻട്രൽ വിസ്റ്റ എന്താ, ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ സീറ്റാണത്. അപ്പോൾ ആ ഒരു ഭാഗമാണത്. അപ്പോൾ അത് ബിൽഡ് ചെയ്യും. അതിന്റെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ദ BJP ഗവൺമെന്റ് ഡിഡ് ലിറ്റിൽ ടു ടേക്ക് ഓപ്പോസിറ്റ് ഇൻ ടു കോൺഫറൻസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പോസിഷൻകാർ പറഞ്ഞ ഈ കാര്യത്തിന് പുല്ല് വില പോലും കൊടുത്തില്ല BJP. ശരിക്കും പറഞ്ഞാൽ നോട്ട് ഓൺലി ദ പ്രസിഡന്റ് ബട്ട് ഓൾസോ ദ ലീഡേഴ്സ് ഓഫ് ദ ഓപ്പോസിഷൻ ഷുഡ് ഹാവ് ഹാഡ് ആക്റ്റീവ് റോൾസ് അറ്റ് ദ ഓപ്പണിംഗ് സെറമണി. സത്യമാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ആക്റ്റീവ് ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഭരണം നന്നായി നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും, പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ അതിനെപ്പോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒപ്പോസിഷൻ. നല്ലൊരു സ്ട്രോങ് ഒപ്പോസിഷൻ ലീഡേഴ്സും ഭയങ്കരമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ
നമ്മുടെ ഈ ഓപ്പണിംഗ് സെറമണിയിൽ വേണ്ടതാണ്. അവരത് ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അതിനെ കൺസിഡറേഷനിലോട്ട് എടുക്കണം എന്ന് തന്നെയാണ് ഓഥർ പറയുന്നത്. കാരണം രണ്ടും ഇല്ലെങ്കിൽ പറ്റില്ല അല്ലേ? നമുക്ക് എന്ത് പറഞ്ഞാലും എന്താ പറയുക, ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ റൂൾ നന്നായിട്ട് നടക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പാർലമെന്റ് ഈസ് മെന്റ് ടു ഹോൾഡ് ദ എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിൾ ടു ദി പീപ്പിൾ. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോട് ആൻസറബിൾ ആണ് ജനങ്ങളോട് ആൻസറബിൾ ആണ് എക്സിക്യൂട്ടീവ് അല്ലേ? ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എന്തിനാ? ജനാധിപത്യത്തിലാണ് എക്സിക്യൂട്ടീവിന് ഇമ്പോർട്ടൻസ് അല്ലേ? പാർലമെന്റ് ശരിക്കും എന്താ ചെയ്യേണ്ടത്? ജനങ്ങളോട് ആൻസറബിൾ ആണോ എക്സിക്യൂട്ടീവ് എന്ന് ഉറപ്പുവരുത്തുക ചെയ്യേണ്ടത്. പാർലമെന്റ് എന്ന് ഉറപ്പുവരുത്തണം, എക്സിക്യൂട്ടീവ് ജനങ്ങളോട് ആൻസറബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുകയാണ് പാർലമെന്റ് ചെയ്യേണ്ടത്. കാരണം പീപ്പിൾ ആർ ദ കോർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൾക്കാർ തന്നെ, ജനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും. ഇറ്റ് ഇസ് നോട്ട് എ വെന്യൂ ഫോർ എക്സിക്യൂട്ടീവ് പ്രിഡോമിനൻസ്. എക്സിക്യൂട്ടീവ് പ്രിഡോമിനൻസ് നടത്താനായിട്ട്, എക്സിക്യൂട്ടീവിന്റെ പവർ കാണിക്കാനുള്ള ഒരു വെന്യൂ ആയിട്ട് ഒരിക്കലും പാർലമെന്റിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഓഥർ പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ലിഖിതമാണല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് പറയാനും പറ്റും. The unfortunate trend in recent years is continuing erosion of this core function of parliament. ഈയിടെയായിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് കോർ ഫംഗ്ഷൻ ഓഫ് പാർലമെന്റും നല്ലൊരു ബുദ്ധിമുട്ടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓഥർ പറയാണ്. ഇനോഗ്രേഷൻ ഓഫ് ദ ന്യൂ ബിൽഡിംഗ് കുഡ് ഹാവ് ബീൻ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ കോഴ്സ് കറക്ഷൻ. ശരിക്കും പറഞ്ഞാൽ പുതിയ ബിൽഡിങ്ങിന് ഇനോഗ്രേഷൻ നല്ലൊരു അവസരമായിരുന്നു, കോഴ്സ് കറക്ഷന് പറ്റിയൊരു അവസരമായിരുന്നു. എന്താ പറയുക, ഒന്ന് തിരിച്ചു വരാമായിരുന്നു. ആ ഒരു തിരിച്ചു വരവിനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷെ അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ എന്ന് ഒരിക്കലും എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൻ്റെ perspective, it is a critical article. I hope it is clear to you. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ലിയർ ആണോ നോക്കിയേ. There was an attribution in infant mortality in our country. Hi Arya. Attrition of the company troubled the manager and employees. Okay. Unwanted political interference leads to attrition of the police force. Yes. There is attrition of illegal poaching over the years. Yes. സോ അത് ഈ ലേറ്റ് ആയില്ലേ, വളരെ ലേറ്റ് ആയില്ലേ? സോ അത് കുഴപ്പമില്ല, സാരില്ല. സംടൈംസ് ലൈഫ് ട്രജക്ടറി ഇസ് ലൈക്ക് എ റൈഡ് ഇൻ റോളർ കോസ്റ്റർ. യെസ് ഇറ്റ് ഇസ് അല്ലേ? അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ട പിള്ളേരെ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു എവറി വൺ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത് കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, ഇത്രയും കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ആർട്ടിക്കിൾ കാണാൻ പറ്റില്ല. കാരണം അത്ര ക്രിട്ടിക്കൽ ആയിട്ട് തന്നെയാണ് ഓഥർ, വളരെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. Let's move to the question. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. At the heart of this fiscal quagmire is a lack of bipartisan consensus on what to avoid repeating cycles of national economic stress stemming from the debt ceiling itself. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ തരാൻ ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ആൻസർ അറിയാമെന്ന് പറഞ്ഞേ? അപ്പൊ ആൻസർ അറിയാവുന്നവരൊക്കെ ഒരു ആൻസർ തന്നെ പിള്ളേരെ. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും നോക്കട്ടെ. എത്ര പേര് തന്നു എന്ന് ഞാൻ ശരിക്കും നോക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ നിങ്ങൾ എത്ര പേര് ആൻസർ തന്നു. എൻ്റെ പൊന്നു, ഒരാൾ പോലും ആൻസർ തന്നിട്ടില്ല. ഷെടാ, ലൈവിൽ ഉള്ള ആൾക്കാർ പോലും എനിക്ക് ആൻസർ ഇന്നലെ തന്നില്ല എന്ന് പറയുമ്പം ശരി, അതെനിക്ക് നാണക്കേടാണല്ലോ. നിങ്ങൾ എന്നെ നാണം കെടുത്തും കേട്ടോ. പറയൂ, ആൻസർ പറയൂ. നോക്കി, ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളോട്. അറ്റ് ദ ഹാർട്ട് ഓഫ് ദിസ് ഫിസ്ക്കൽ ക്വാക്മയർ, ഇങ്ങനത്തെ ഒരു ഫിസ്ക്കൽ ക്വാക്മയറിൻ്റെ ഒരു ഹൃദയഭാഗത്ത് എന്തുണ്ട്? ദർ ഇസ് എ ലാക്ക് ഓഫ് ബൈപാർട്ടിസൺ കൺസെൻസസ്. ഒരു ബൈപാർട്ടിസൺ കൺസെൻസസിൻ്റെ കുറവുണ്ട്. എന്തിനു മേലില്ല? ഓൺ വോട്ട് എന്ന് പറയുമോ? ഓൺ വോട്ടാണെങ്കിൽ വോട്ട് ടു അവോയ്ഡ് റിപ്പീറ്റിംഗ് സൈക്ലോൺസ്. അവിടെ നമ്മൾ വോട്ട് ടു അവോയ്ഡ് എന്ന് പറഞ്ഞാൽ, വോട്ട് ടു അവോയ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റിസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ആൻറ്റിസിഡൻ്റ് ഉള്ളപ്പോൾ നമ്മൾ വോട്ട് അവിടെ കൊടുക്കില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വോട്ട് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഒരിക്കലും നമ്മൾ ആൻറ്റിസിഡൻ്റ് ഉള്ളിടത്ത് കൊടുക്കില്ല. വോട്ട് അവിടെ കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ വോട്ടിനെ പഠിച്ചിട്ടുണ്ട്. പ്രൊനൗൺ, റിലേറ്റീവ് പ്രൊനൗൺ ഒന്നും എടുത്ത് നോക്കണേ, വോട്ടിൽ ഒരിക്കലും ആൻറ്റിസിഡൻ്റ് ഉള്ളപ്പോൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം, എങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നല്ല ഇവിടെ വേണ്ടത്, മാനർ അല്ലേ ഇവിടെ വേണ്ടത്. അഡ്വർബ് ഓഫ് മാനർ ആണ് ഇവിടെ വേണ്ടത്. ഇവിടെ എങ്ങനെ അവോയ്ഡ് ചെയ്യുക എന്നാണ്, അല്ലാതെ എന്ത് അവോയ്ഡ് ചെയ്യുക എന്നല്ല കൊടുത്തേക്കണേ. വാട്ട് ടു അവോയ്ഡ് റിപ്പീറ്റ്. പിന്നെ റിപ്പീറ്റിംഗ് സൈക്കിൾസ് എന്ന് പറയുമ്പോൾ എന്ത് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ആൻറ്റിസിഡൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. റിപ്പീറ്റിംഗ് സൈക്ലോൺസിനെ അവോയ്ഡ് ചെയ്യുക, ഇക്കണോമിക് ക്രൈസിസ് വരുന്ന റിപ്പീറ്റിംഗ് സൈക്ലോൺസിനെ അവോയ്ഡ് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആൻറ്റിസിഡൻറ്റ് അവിടെ വന്നു. ആൻറ്റിസിഡൻറ്റ് വന്നാൽ വോട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പം അഡ്വർബ് ഓഫ് മാനർ കൊടുത്തേ. അഡ്വർബ് ഓഫ് മാനർ ഇവിടെ എന്താ? ഹൗ ആണ്. സോ അഡ്വർബ് ഓഫ് മാനർ ഇവിടെ എന്ത് കൊടുക്കാം? ഹൗ ടു അവോയ്ഡ്, എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ ആൻസർ. അറ്റ് ദ ഹാർട്ട് ഓഫ് ദിസ് ഫിസ്ക്കൽ ക്വാക്മയർ ഇസ് എ ലാക്ക് ഓഫ് ബൈപാർട്ടിസൺ കൺസെൻസസ് ഓൺ ഹൗ ടു അവോയ്ഡ് റിപ്പീറ്റിംഗ് സൈക്ലോൺസ് ഓഫ് നാഷണൽ എക്കണോമിക് സ്ട്രെസ് സ്റ്റെമ്മിങ് ഫ്രം ദ ഡെറ്റ് സീലിംഗ് ഇറ്റ് സെൽഫ്. എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഈ പറയുന്ന ഇക്കണോമിക് സ്ട്രെസ്സിനെ എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ എന്ത് അവോയ്ഡ് ചെയ്യാം എന്ന് പറയില്ല. കാരണം എന്ത് അവോയ്ഡ് ചെയ്യാന്നാണെങ്കിൽ അവിടെ ഇക്കണോമിക് സ്ട്രെസ് എന്നുള്ള ആ ഒരു ആൻറ്റിസിഡൻറ്റ് കൊടുക്കില്ലായിരുന്നു, വോട്ടെന്ന് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺസും
അതുപോലെ തന്നെ ഈ പറയുന്ന അഡ്വേർബ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്, കണക്ടേഴ്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതണം. കാരണം എക്സാമിന് എല്ലാ എക്സാംസിനും അത് PSCക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ SSCക്ക് ആയിക്കോട്ടെ ബാങ്കിങ്ങിനൊക്കെ ആയാലും കണക്ടേഴ്സിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവറി വൺ കേട്ടോ. അന്ന് ക്ലിയർ ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കാം. ഓൾ റൈറ്റ്, അപ്പോൾ അടുത്തോട്ട് പോകാലോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് ബോത്ത് സൈഡ്സ് ആർ ഡിറ്റർമിൻഡ് കണ്ടിന്യൂയിങ് ദ വാർ, there is no hope for peace or talks on the horizon. നോക്കണേ, as both sides are determined continuing the war, there is no hope for peace or talks on the horizon. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ഒരുപാട് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഒന്ന് നോക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷൻ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് ഒരുപാട് പേര് വന്നു, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ PDFസും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വേർഡ്സും ക്വസ്റ്റസും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളോട് എത്തും. 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള. അപ്പോൾ ഈ 2 ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്, കണ്ടുകൊണ്ടേയിരിക്കുക. യു ആർ വാച്ചിങ് Adda247 മലയാളം ചാനൽ. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, കോമെന്റ് സെക്ഷനിൽ ഡൗട്ട്സോ സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതുപോലെ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് നേരെയാണ്. ഇനിയിപ്പോൾ സാറ്റർഡേ നമുക്ക് എഡിറ്റോറിയൽ ഇല്ല, സൺഡേ എഡിറ്റോറിയൽ ഇല്ല, മൺഡേ നമുക്ക് പാക്കലാം. അപ്പോൾ എന്തായാലും നാളെ 10 മണിക്ക് രാവിലെ നമ്മുടെ LDC മിഷൻ പോസിബിൾ LDC ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ സെഷൻസ് ഉണ്ടാവും. നമ്മൾ കുറേ PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസ് ചെയ്യും. ഇന്ന് 10 മണിക്ക് നമ്മുടെ ഷെഫീഖ് സാറിൻ്റെ ക്ലാസ്സോട്ട് ഷെഫീഖ് സാർ വരും. അപ്പോൾ അടുത്ത ദിവസം നാളെ ഞാൻ ഉണ്ടാവും. അപ്പോൾ 10 മണിൻ്റെ സെഷൻ എന്തായാലും മുടങ്ങാതെ കറക്റ്റായിട്ട് പോകും. അതുപോലെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മൾ PYQ സെഗ്മെൻറ്റായിട്ട് CHSL PYQ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ സെഷൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുക. ഓക്കെ അല്ലേ? എൻ്റെ ആയിട്ട് ഗ്രാമർ ക്ലാസ് നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കാര്യം നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാം കേട്ടോ. തുടങ്ങുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിരിക്കാം. താങ്ക് യു സോ മച്ച് എവറി വൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ. സേഫ് ആയിട്ടിരിക്കാൻ മറക്കണ്ട. ടാറ്റ.